അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ. വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്നു പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിനുമേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദേവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്കിത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്നും പറഞ്ഞു. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിലെ സ്നേഹമുള്ള സഹോദരങ്ങളെ, 2-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട പ്രോട്ടോ എവങ്കേലിയൻ ഓഫ് സെയിന്റ് ജെയിംസ് എന്ന് വെച്ചാൽ യാക്കോബിന്റെ സുവിശേഷം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. 2-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതാണ്. അതുപോലെ തന്നെ തോമാസിന്റെ സുവിശേഷം, ഇങ്ങനെ കുറെ സുവിശേഷങ്ങളുണ്ട്. നമുക്കറിയാം, അംഗീകരിക്കപ്പെട്ടത് 4 സുവിശേഷങ്ങളാണ്. അത് വിശുദ്ധ മത്തായി, വിശുദ്ധ മർക്കോസ്, വിശുദ്ധ ലൂക്ക, വിശുദ്ധ യോഹന്നാൻ. അപ്പൊ ആ കാലഘട്ടങ്ങളിലെ ചില സാഹചര്യങ്ങൾ കൊണ്ടും ചില കാര്യങ്ങൾ കൊണ്ടും സഭ അത് അംഗീകരിച്ചില്ല ഔദ്യോഗികമായിട്ടെങ്കിലും അതിന്റെ കുറെ നല്ല ഭാഗങ്ങൾ നമുക്ക് കടമെടുക്കാവുന്നതാണ്. അപ്പൊ പ്രോട്ടോ എവങ്കലിയൻ ഓഫ് സെന്റ് ജെയിംസ് എന്ന് പറയുന്ന 2-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട പുസ്തകത്തിന് അതിൽ നിന്നാണ് നമുക്ക് അന്നായും ജോവാക്കിമിനെയും കുറിച്ച്, പരിശുദ്ധമ്മയുടെ ബാല്യത്തെ കുറിച്ചും ജനനത്തെ കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ പറ്റുക. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ അന്ന ജോവാക്കിം, പരിശുദ്ധമ്മയുടെ മാതാപിതാക്കൾ, അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. പഴയ നിയമത്തിലെ അബ്രഹാം സാറായെ പോലെ, സക്രിയ എലീശയെ പോലെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളായിരുന്നു. അതിന്റെ വലിയ വേദന അവർക്കുണ്ട്. ഈ കുഞ്ഞുങ്ങളില്ല എന്ന് ആ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത, അതൊരു ദൈവകോപമായിട്ട് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം. കുഞ്ഞുങ്ങളില്ല എന്ന് പറയുമ്പോൾ അവരിൽ ദൈവകോപമുണ്ട്, അതുകൊണ്ടാണ് അവർക്ക് കുഞ്ഞുങ്ങളില്ലാത്ത എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തില് ഈ വേദന, കുഞ്ഞുങ്ങളില്ലാത്ത വേദന ഇവർക്കൊരു തീരാ നൊമ്പരമായിരുന്നു. അപ്പോൾ ചെയ്തൊരു കാര്യം, ഇവരെ ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിലേക്ക് പോയി. നമുക്കറിയാം, ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പഴയ നിയമത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് പ്രാവിൻ കുഞ്ഞുങ്ങള്, ചെങ്ങാലികള്, ബലിമൃഗങ്ങള് ഇതൊക്കെ കൊണ്ടുവരണം. എന്നിട്ട് പുരോഹിതനോട് പറയണം, പുരോഹിത, എനിക്ക് ബലിയർപ്പിക്കാനുണ്ട്, എങ്കിൽ മാത്രമാണ് ഈ ബലി വസ്തുക്കളെ സ്വീകരിക്കുള്ളൂ. അപ്പോ ഇവരൊരു പ്രാവശ്യം പ്രാർത്ഥിക്കാൻ വന്നു. പക്ഷെ പുരോഹിതൻ തടഞ്ഞു. കാരണം നിങ്ങൾക്ക് ബലിയർപ്പിക്കാൻ, പ്രാർത്ഥിക്കാൻ സാധ്യമല്ല. കാരണം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല, ദൈവകോപമുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഒരുമിച്ച് വന്നവരെ പിന്നെ സംഭവിച്ചത്, അവിടെ യോവാക്യം ഒരു തീരുമാനം എടുത്തു. ഇനി ഇതിന് ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഞാൻ മരുഭൂമിയിലേക്ക് പോവാണ്. അവിടെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആയിരിക്കും. അതാണ് എന്റെ ഭക്ഷണം. ശക്തമായിട്ടുള്ള തീരുമാനം. അപ്പൊ ജോവാക്കീം എന്ത് ചെയ്തു? മരുഭൂമിയിലേക്ക് പോയി. അന്ന വീട്ടിലേക്കും പോയി. പ്രിയമുള്ളവരെ, ജോവാക്കീം നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട്. നമുക്ക് ഉത്തരം കിട്ടാത്ത സമയങ്ങൾ വരുമ്പോൾ, നമ്മൾ ഇന്ന് പല വഴിക്ക് നമ്മൾ തിരിയുമ്പോൾ, പഴയ നിയമം മുഴുവൻ കാണിച്ചു തരുന്ന ഒരു ചിത്രമുണ്ട്. അത് ഉപവാസവും പ്രാർത്ഥനയുടെയും ചിത്രമാണ്. പഴയ നിയമത്തിലെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം എടുത്തു നോക്കിയാല് അവിടെയും കാണാൻ പറ്റും. തന്റെ ജനത്തിന്റെ ഭാവി എന്താകുമെന്ന് വിചാരിച്ച് ഉത്തരം കിട്ടാത്ത ദാനിയേൽ 21 ദിവസം ഉപവാസം എടുക്കുന്നത്. വീണ്ടും പുതിയ നിയമത്തിലെ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഈശോ പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു എന്നാണ്, പ്രാർത്ഥിച്ചു എന്നാണ് വചനം പറയുന്നത്. അപ്പോ ഉത്തരം കിട്ടാത്ത സമയങ്ങളില് ഞാനും നിങ്ങളും ഒക്കെ തിരഞ്ഞെടുക്കേണ്ട വഴി, അത് ജോവാക്യം നൽകുന്ന ഒരു പാഠമുണ്ട്. അത് ഉപവാസനയും പ്രാർത്ഥനയും വഴിയാകട്ടെ. അവിടെ കൃത്യമായിട്ട് ഉത്തരം നമുക്ക് കിട്ടും. അങ്ങനെ ജോവാക്യം മരുഭൂമിയില് 40 ദിവസം ഉപവാസത്തിന്റെ അപ്പുറത്ത് 40-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ദേവദൂതൻ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് ജോവാക്യമിനോട് പറഞ്ഞു, ജോവാക്യം, നിനക്കൊരു പെൺകുട്ടി ജനിക്കാൻ പോകുന്നു. വലിയ സന്തോഷമായി. ഒരു പക്ഷേ ദൈവകോപം മാറിയെന്നൊക്കെ ആ പിതാവ് വിശ്വസിച്ചിരിക്കാം. അന്ന വീട്ടിലേക്ക് വരികയാണ്. എന്നാൽ അതേസമയം അന്ന വീട്ടില് ഭയങ്കര പ്രാർത്ഥനയിലാണ്. അവിടെ അന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദർശനം കാണാണ്, ഒരു സ്വപ്നം കാണാണ്. എനിക്ക് ഒരു കുഞ്ഞുണ്ടാകും. അപ്പോ അവളെടുത്തൊരു തീരുമാനമുണ്ട്. നമ്മളൊക്കെ വഴിപാടെടുക്കില്ലേ? അപ്പോൾ അവൾ ഇങ്ങനെ തീരുമാനിച്ചു, എനിക്കുണ്ടാകുന്ന കുഞ്ഞ്, അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കും.
പ്രിയമുള്ളവരെ, അത് അന്നായുടെ ഒരു തീരുമാനമായിരുന്നു. ദൈവ ശുശ്രൂഷയ്ക്ക് ഇപ്പോഴും വചനം നമ്മൾ മറക്കരുത്. ആദ്യഫലം ദൈവത്തിന് എന്നൊരു വചനമുണ്ട്. അതുകൊണ്ട് അവൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അങ്ങനെ അവസാനം ഇവർക്ക് കുഞ്ഞ് ജനിക്കുകയാണ്. അത് പെൺകുട്ടിയാണ്. ആദ്യത്തെ 3 വർഷം പരിശുദ്ധ അമ്മ അന്ന ജോവാക്യമിന്റെ കൂടിയാണ്. അത് അങ്ങനെ തന്നെ ആകേണ്ട കാലഘട്ടമാണ്. ആ കുഞ്ഞ് മാതാപിതാക്കളോട് കൂടിയാണ് വളരേണ്ടത്. കാരണം അത്രയും ബാല്യത്തില് 3 വയസ്സായപ്പോൾ അന്ന ജോവാക്യമിനോട് പറഞ്ഞു, ഈ വഴിപാട് ഓർമ്മപ്പെടുത്തി, അതുകൊണ്ട് ഇനി നമ്മുടെ ഇടയിൽ ഇവൾ വളരാൻ അനുവാദമില്ല, നമുക്ക് ഇവളെ ദേവാലയത്തിൽ സമർപ്പിക്കാം. ആ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത, ഇങ്ങനെയുള്ള കുട്ടികളെ ദേവാലയത്തിൽ സമർപ്പിച്ച് അവിടെ വളർത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ബാല്യവും 3 വയസ്സ് മുതൽ 13 വയസ്സ് വരെ ദേവാലയത്തിൽ പുരോഹിതരുടെ ഇടയിൽ ദൈവിക ശുശ്രൂഷകളിൽ അവരെ സഹായിച്ചുകൊണ്ടുള്ള ഒരു ബാല്യം. 13 വയസ്സ് വരെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ മനസ്സിലേക്ക് ഒരു ബോധ്യമുണ്ട്, ഞാൻ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടവളാണ്. ഇന്ന് പലപ്പോഴും മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കുന്ന ബോധ്യം എന്താ? എന്റെ അമ്മയൊക്കെ എന്നെ ചെറുപ്പത്തിൽ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അത് വളരെ മനോഹരമായിട്ടുള്ള പ്രാർത്ഥനയാണ്. പലപ്പോഴും ഞാൻ അത് പറഞ്ഞിട്ടുമുണ്ട്. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, എൻ്റെ കാക്കുന്ന മാലാകെ, എൻ്റെ ബിന്ദു ചേച്ചി. ബിന്ദു ചേച്ചി എന്ന് പറഞ്ഞാൽ എനിക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി 2 വയസ്സിൽ മരിച്ചു. ചേച്ചി മരിച്ചിട്ട് 6 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത്. അപ്പോൾ അമ്മ പറയാറുണ്ട്, വിശുദ്ധിയാണ്, മാലാകയാണ്, മാധ്യസ്ഥ്യം വഹിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ, അങ്ങനെ എൻ്റെ അമ്മ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതലേ എന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്, എൻ്റെ അമ്മ, എൻ്റെ ആശ്രയമേ. നമ്മളൊക്കെ അറ്റക്കൈനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് പരിശുദ്ധമ്മയെ വിളിക്കുന്നത്, എൻ്റെ അമ്മ, എൻ്റെ ആശ്രയമേ. അവിടെ അമ്മ പരിശുദ്ധമ്മ ഇടപെടും. അത് അമ്മയ്ക്ക് നല്ല ബോധ്യമായിരുന്നു. എൻ്റെ കാക്കുന്ന മാലാകെ, ഗാർഡിയൻ ഏഞ്ചൽ, ആ ഒരു ബോധ്യം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ബിന്ദു ചേച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരുപക്ഷെ ഞാൻ ഇന്നായിരിക്കുമ്പോഴും എൻ്റെ പ്രാർത്ഥനയുടെ ബേസ് എന്ന് പറയുന്നത് ഇന്നും അത് ആവർത്തിക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് എത്തുന്ന പ്രാർത്ഥന അത് തന്നെയാണ്. ഇത് പലപ്പോഴും വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മുടെ മക്കൾക്ക് എവിടേക്കോ ഇങ്ങനെ ദൈവത്തെക്കുറിച്ചും മാലാഖമാരെ കുറിച്ചുള്ള ബോധ്യങ്ങൾ കൊടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോയി എന്നുകൂടി എന്നതോടുകൂടി ചേർത്ത് വയ്ക്കണം. നമുക്ക് ചിന്തിക്കാം, ഇവിടെ പരിശുദ്ധമ്മയുടെ ബോധ്യം, ഞാൻ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടവളാണ്. ആ ബോധ്യം അവളുടെ തലയിൽ, ബുദ്ധിയിൽ അങ്ങനെ കിടക്കുക. അങ്ങനെ 13 വയസ്സ് വരെ അവള് ദേവാലയത്തിലായിരുന്നു. 13 വയസ്സായപ്പോ കന്യകയായാൽ പിന്നെ ദേവാലയത്തിൽ നിൽക്കുക സാധ്യമല്ലെന്ന് ഒരു എളുപ്പമല്ല. കാരണം പുരോഹിതരുടെ അടുത്ത് താമസിക്കുക, നിയമം അനുശാസിക്കുന്നില്ല. അപ്പോൾ പുരോഹിതർ കൂടിയാലോചിച്ചിട്ട് അവസാനം ഒരു തീരുമാനത്തിലെത്തി. ആ തീരുമാനം ഇതാണ്, അവർ ഇങ്ങനെ വിളംബരം ചെയ്തു. ആ നാട്ടിലെ വിഭാര്യന്മാരായ, അതായത് വിവാഹം കഴിക്കാത്ത യുവാക്കൾ ഇന്ന ദിവസം വടിയുമായിട്ട് ദേവാലയത്തിലേക്ക് വരണം. ഈ വടിയുമായിട്ട് വരുമ്പോൾ നമുക്ക് അതിശയിക്കേണ്ട കാര്യമില്ല. കാരണം ആ നാട്ടിലെ ഇടയന്മാർക്ക് കയ്യിൽ എപ്പോഴും വടിയുണ്ട്. അതായത് മൃഗങ്ങൾക്ക് ഇല പറിക്കാൻ, കായ്കനികൾ പറിക്കാൻ, വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ, ഇങ്ങനെ വടി എപ്പോഴും അവരുടെ കയ്യിൽ ഒരു നിത്യോപയോഗ വസ്തുവാണ്. അപ്പോൾ പുരോഹിതർ പറഞ്ഞു, വിഭാര്യന്മാരായ വിവാഹം കഴിക്കാത്ത യുവാക്കൾ വടിയുമായിട്ട് വരണം. അങ്ങനെ ഒരുപാട് യുവാക്കൾ വന്ന കൂട്ടത്തിൽ ഔസേപിതാവ് ഉണ്ടായിരുന്നു. അങ്ങനെ പുരോഹിതരെ ഈ വടി വാങ്ങിച്ചു, അത് ബലിപീഠത്തിൽ വെച്ചു, പ്രാർത്ഥിച്ചു, എന്നിട്ട് ഈ വടി തിരിച്ചു കൊടുത്തു. ആ തിരിച്ചു കൊടുത്തപ്പോൾ ഔസേപിതാവിന്റെ ഊഴം വന്നപ്പോൾ 2 പാരമ്പര്യം ശക്തമാണ്. അതിലൊന്ന്, ആ വടി കൊടുത്തപ്പോൾ ആ വടിയിൽ നിന്നും പ്രാവ് ഉയർന്നു പറന്ന് പുരോഹിതന്റെ തലയിൽ ഇരുന്നൊരു ശക്തമായിട്ടുള്ള പാരമ്പര്യമുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് ആ വടി ഔസേപിതാവിന് തിരിച്ചു കൊടുത്തപ്പോൾ അത് തളിർത്തു എന്ന പാരമ്പര്യമുണ്ട്. നമുക്കറിയാം, ഇന്ന് ഔസേപിതാവിന്റെ രൂപം കാണുമ്പോൾ ഒരു കയ്യിൽ ഉണ്ണീശോയാണെങ്കിലും മറുകൈയിൽ തളിർത്ത വടിയാണ് കാണുന്നത്. ലില്ലിപ്പൂ എന്ന് നമ്മൾ പറയും. ഒരു കലാകാരന്റെ ഭാവനയിൽ വന്ന ഒരു ചിത്രമല്ല. അങ്ങനെയാണെങ്കിൽ വർഷങ്ങൾക്ക് ഇപ്പുറം എത്രയോ മോഡേൺ ആർട്ടുകളുണ്ട്. എന്നിട്ടും ഔസേപിതാവിനെ ചിത്രീകരിക്കുമ്പോൾ ഒരു കയ്യില് തളിർത്ത വടി ഉണ്ടാകും. പ്രിയമുള്ളവരെ, അതിന് പിറകില് ശക്തമായിട്ടുള്ള ഈ പാരമ്പര്യമാണ്. അതുകൊണ്ട് പലർക്കും അത് അറിയില്ല എന്തുകൊണ്ടാണെന്നുള്ളത്. അങ്ങനെയാണ് ഔസേപിതാവിന്റെ കയ്യിൽ തളിർത്ത വടി വരുന്നത്. അപ്പോൾ സ്വർഗം ഒരു അടയാളം കൊടുത്തു. ഈ കന്യകയെ, പരിശുദ്ധ അമ്മേനെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അത് ഔസേപിതാവിലാണെന്നുള്ളത് പുരോഹിതർക്ക് ബോധ്യപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പരിശുദ്ധ അമ്മ അത്രയും വിശുദ്ധിയിൽ ജീവിക്കില്ലായിരുന്നു. അപ്പൊ സ്വർഗം അടയാളം കാണിച്ചു കൊടുക്കുകയാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അങ്ങനെ ഔസേപിതാവിനെ നോക്കാൻ ഏൽപ്പിക്കുകയാണ്. പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം നമുക്ക് വിശുദ്ധ ബൈബിളിൽ ഇന്ന് വായിച്ച വചനഭാഗമാണ് ലൂക്കായുടെ സുവിശേഷം 1:26 മുതലാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എപ്പോഴും എന്താണ്, പരിശുദ്ധമ്മയുടെ ഉള്ളിൽ കിടന്ന ഒരു ബോധ്യം ഉണ്ടല്ലോ, ആ ബോധ്യം അവള് അതിൽ ഉറച്ചു നിന്നു. അത് ഈ ഒരു ബോധ്യം അവിടെ മനസ്സിൽ തട്ടിക്കിടക്കുന്നുണ്ട്. ഈ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട്, ഈ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് വേണം ഇനി ഈ വചനങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് അച്ഛന് പറയാനുള്ളത്, നമുക്ക് ഒന്നാമത്തെ അന്ന ജോവാക്യം നൽകുന്ന ഒരു പാഠമുണ്ട്, ഉപവാസവും പ്രാർത്ഥനയും അത് ആയുധമായിരിക്കട്ടെ. അതുകൊണ്ട് ഈശോ പറയുന്നത്, ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോകില്ല, തിന്മ പോകില്ല. നമുക്കറിയാം, ഈശോയുടെ ജീവിതത്തിലെ വഴി മുടക്കാൻ ഒരു വ്യക്തി വന്നു. അത് മറ്റാരുമല്ല, പത്രോസിന്റെ രൂപത്തില്. പത്രോസിൽ പിശാചായിരുന്നു. അതായത് ജെറുസലേമിലേക്കുള്ള യാത്രയിലെ
അവിടെ പത്രോസ് പറയുന്നുണ്ട്, കർത്താവെ ഇതൊന്നും നിനക്ക് അനുവദനീയമല്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല, തടുക്കുക. പക്ഷേ ഈശോ പത്രോസിനെ നോക്കി വിളിക്കുന്ന ഒരു പേരുണ്ട്, സാത്താന്. നമ്മുടെ വഴി അടയ്ക്കുന്നത് സാത്താനാണ്. വഴിയിൽ തടസ്സം നിൽക്കുന്നത് സാത്താനാണ്. കാരണം നമ്മുടെ വഴി യേശു ആകുന്ന വഴിയാണ്. കാരണം ഐ എം ദി വേ, ഈശോ പറയണ ഐ എം ദി വേ, ഞാനാണ് വഴി, ഞാനാണ് സത്യം. അപ്പോൾ യേശു ആകുന്ന വഴിയില് സഞ്ചരിക്കുന്ന ഒരു പൈതലിന്റെ മുൻപില് തടസ്സം കൊണ്ടുവരുന്നത് പിശാചാണ്. ഈശോ പറയാണ്, ഈ പിശാചിനെ മാറ്റാനുള്ള ഉപായം എന്ന് പറയുന്നത്, വഴി എന്ന് പറയുന്നത് ഉപവാസവും പ്രാർത്ഥനയുമാകുന്ന ശക്തമായിട്ടുള്ള ആയുധമാണ്. ഇത് തന്നെയാണ് ദാനിയേലും എടുത്തുപയോഗിക്കുന്നത്. ഇത് തന്നെയാണ് യേശു പരസ്യത്തിന് മുമ്പ് എടുത്തുപയോഗിക്കുന്നത്. അവിടെ തിന്മ വിട്ടുപോകുന്നുണ്ടില്ലേ? പ്രലോഭനം കൊണ്ടുവന്ന പ്രലോഭനത്തിന് മുമ്പിൽ എന്താണ് ഈശോ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഉപവാസവും പ്രാർത്ഥനയുടെയും ശക്തമായിട്ടുള്ള ആയുധം. എന്നിട്ട് ഈശോ പറയാണ്, ഇത് നിങ്ങൾ ഉപയോഗിക്കുക. അതുകൊണ്ട് അന്ന ജവാക്കി നൽകുന്ന ഒരു പാഠം നമുക്ക് ഈ ഒക്ടോബർ മാസത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കിടക്കാം. നമുക്ക് വഴിമുട്ടുന്ന സാഹചര്യങ്ങളിൽ ഉപവാസത്തിലേക്കും പ്രാർത്ഥനയിലേക്കും തിരിയാൻ പറ്റട്ടെ. ഇനി വീണ്ടും നമുക്ക് ബൈബിൾ ഉണ്ടെങ്കിൽ ബൈബിള് നമുക്ക് കൈകളിൽ എടുക്കാം. എപ്പോഴും പരിശുദ്ധ അമ്മയെ കുറിച്ച് പരിശുദ്ധ അമ്മ തന്നെ നൽകിയ വിശേഷമാണ്, ഞാൻ അമലോത്ഭവയാണ്. സഭ അത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാതാവിന്റെ അമലോത്ഭവം കൃത്യമായിട്ടും സഭ പഠിപ്പിക്കുന്നു, സഭ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, പരിശുദ്ധ അമ്മേനെ സ്വർഗം തുടക്കത്തിലേ മാറ്റി നിർത്തി. പക്ഷെ മാമുദിസായിലൂടെ ഈ ഉത്ഭവപാപത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുകയാണ്. ഈ ഉത്ഭവപാപത്തിൽ ഞാനും നിങ്ങളും മാറ്റി നിർത്തപ്പെടുകയാണ്. അപ്പോ ഈ എന്തുകൊണ്ട് അമലോത്ഭവം സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു? ഒറ്റ ഉത്തരേ ഉള്ളൂ, അന്ന് മാമുദിസ ഉണ്ടായിരുന്നില്ല. അന്ന് മാമുദിസ ഉണ്ടായിരുന്നെങ്കിൽ മാതാവിന്റെ അമലോത്ഭവം സഭ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല. പരിശുദ്ധമ്മ കുറച്ച് നേരത്തെ വിശുദ്ധിയിൽ ജനിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഒരു 90 ദിവസത്തിനിപ്പുറം ഈ ഉത്ഭവപാപത്തിൽ നിന്നും മാറ്റിവെക്കപ്പെട്ടു. ഇനി പരിശുദ്ധമ്മയുടെ കാലഘട്ടം നോക്കിക്കോ. സ്വർഗം പരിശുദ്ധമ്മയെ വേർതിരിച്ചെങ്കിലും പരിശുദ്ധ അമ്മ ജീവിച്ചത് പാപികളുടെയും പാപ സാഹചര്യങ്ങളുടെയും മധ്യത്തിലാണ്. ആ കാലഘട്ടത്തിൽ സബരിയക്കാരിയുണ്ട്, പാപിനിയായ സ്ത്രീയുണ്ട്, സക്കേവൂസ് ഉണ്ട്, നല്ല കള്ളനും ഇടതുവശത്തുള്ള കള്ളനും ഉണ്ട്. അപ്പോൾ ഈ പാപ സാഹചര്യങ്ങളുടെ മധ്യത്തിലും പരിശുദ്ധ അമ്മ വിശുദ്ധിയിൽ ജീവിച്ചു. നമ്മളും മാമുദീസായ്ക്ക് ശേഷം ഉത്ഭവപാപത്തിൽ നിന്നും മാറ്റിവെക്കപ്പെട്ടവരാണ്. എന്നിട്ട് എന്തുകൊണ്ട് നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുന്നില്ല? അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇന്നത്തെ വചനഭാഗം ഒന്നുകൂടി ചേർത്ത് വായിക്കണം. അതിന് പരിശുദ്ധ അമ്മ ഏതൊക്കെ വഴിയിലൂടെ നടന്നു? ഒരു പക്ഷേ ദ ഫ്രീഡം ഓഫ് ചോയ്സ്, തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിന്റെ മുൻപിലെ നന്മയും തിന്മയും ഉണ്ട്. അത് നന്മയുടെ വഴി വേണോ തിന്മയുടെ വഴി വേണോ? യു ഹാവ് എ ഫ്രീഡം ഓഫ് ചോയ്സ്. എനിക്കും നിങ്ങൾക്കും ആ തെരഞ്ഞെടുപ്പിന്റെ സ്വാതന്ത്ര്യമുണ്ട്. അതിൽ ഒരിക്കലും ഇല്ല. അത് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിലൊക്കെ അവിടെ ആ കനി പറിക്കാൻ പോയപ്പോ പക്ഷെ ആ കൽപ്പനയ്ക്ക് എതിരെ നിന്നപ്പോ പർദീസ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ പോലെയാണ്. നന്മയാണെങ്കിൽ നന്മയുടെ പ്രതിഫലം കിട്ടും, തിന്മയാണെങ്കിൽ തിന്മയുടെ പ്രതിഫലം. ഈ ജീവിതത്തിലെ ആ ഫ്രീഡം ഓഫ് ചോയ്സിൽ ദൈവം ഇടപെടില്ല. പരിശുദ്ധ അമ്മ എന്താണ് നന്മയുടെ പക്ഷം ചേർന്ന് നടന്നു. പക്ഷെ അങ്ങനെ നടക്കാൻ അവൾക്ക് പ്രചോദനമായിട്ടുള്ള വഴികൾ ഏതാണ്? നമുക്ക് ബൈബിൾ ഉണ്ടെങ്കിൽ എടുക്കാം. ബൈബിൾ എടുത്തിട്ട് നമുക്ക് വചനത്തിലൂടെ പോകാം. ലൂക്കായുടെ സുവിശേഷം 1:26 വചനം എങ്ങനെയാണ്? ഞാൻ തന്നെ വായിക്കാം, ഇത് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്കുന്ന വചനം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ എന്താണ്? പരിശുദ്ധ അമ്മയുടെ മനസ്സിലുള്ള ഒരു ബോധ്യം ഉണ്ടായിരുന്നു, ഞാന് ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടവളാണ്. അപ്പോൾ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടവൾക്ക് ഒരിക്കലും വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക ഒരിക്കലും സാധ്യമല്ല. കാരണം ഇപ്പൊ ഞാനൊരു പ്രീസ്റ്റാണ്, ഞാൻ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട എൻ്റെ ജീവിതത്തില് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ല. അപ്പോ ഈ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ജീവിതമാണ് പരിശുദ്ധ അമ്മയെങ്കിൽ അവൾക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു, വിവാഹം എനിക്ക് സാധ്യമല്ല. എന്നിട്ട് വചനം പറയാണ് എന്താണ്? ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക്. അപ്പോൾ ഇവിടെ അങ്ങനെ പറയുന്നുണ്ടല്ലോ. ഞാൻ ആദ്യം പറഞ്ഞു, ഔസേപിതാവിന് സ്വർഗം കാണിച്ചു കൊടുത്ത ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മയെ ഒരു പോർലിൽ അത് നോക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്കറിയാം സുവിശേഷം എഴുതപ്പെട്ടത് മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ മനുഷ്യർക്ക് ഒരിക്കലും കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. ഉദാഹരണത്തിന് ഇവിടെ വിവാഹ നിശ്ചയം എന്ന വാക്കല്ലാതെ വേറെ എന്ത് വാക്ക് വെച്ചാലും അവിടെ സ്യൂട്ടല്ല. അപവാദങ്ങൾ ഉണ്ടാകും, അബദ്ധ പ്രചാരണങ്ങൾ ഉണ്ടാകും. ഉദാഹരണത്തിന് ഞാനൊരു പെൺകുട്ടീനെ പഠിപ്പിക്കുന്നു, ഞാൻ വളർത്തുന്നു. അവളൊരു കന്യകയായി കഴിഞ്ഞാല് പിന്നെ എൻ്റെ അപ്പുറത്തെ റൂമിൽ താമസിപ്പിക്കുകയാണെങ്കിൽ നല്ല വിശുദ്ധിയോട് കൂടിയിട്ട് തന്നെയാണ്, നല്ല ചിന്തയോട് കൂടിയിട്ട് തന്നെയാണ് രണ്ടുപേരും. പക്ഷെ നാട്ടുകാരെന്ത് പറയും? ഇടവക്കാരെന്ത് പറയും? അച്ഛന് ശരിയല്ല. കാരണം സമൂഹ അപവാദങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്
ഇവിടെ വിവാഹ നിശ്ചയം എന്ന വാക്ക് അല്ലാതെ വേറെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയായിരുന്നെങ്കിൽ വലിയ അപവാദങ്ങളിലേക്ക് പോകുമായിരുന്നു, വലിയ പാഷണതകളിലേക്ക് പോകുമായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മനുഷ്യകരങ്ങളിലൂടെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷ ഇവിടെ ചേർത്ത് വെച്ചു. അതുകൊണ്ട് ഈ വാക്ക് വിവാഹ നിശ്ചയം അത് നമുക്ക് വീണ്ടും മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എപ്പോഴും പരിശുദ്ധമ്മയുടെ ബോധ്യം, ഞാൻ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടവൾ, എനിക്ക് വിവാഹം സാധ്യമല്ല. ഒരിക്കലും അവൾ അത് ചിന്തിച്ചിട്ട് പോലുമില്ല. വീണ്ടും വചനത്തിലേക്ക് വരാം. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. അപ്പൊ പരിശുദ്ധ അമ്മ അസ്വസ്ഥപ്പെടുകയാണ്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട്. ഇപ്പൊ ബിജു ആലപ്പാടച്ചൻ നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വന്നു. പ്രാർത്ഥിച്ചിട്ട് ഞാനിങ്ങനെ പറയാണ്, നല്ല കൃപയുള്ള ജീവിതമാട്ടോ നിങ്ങൾ, നല്ല കൃപയുള്ള വ്യക്തിയാട്ടോ, നന്നായി പ്രാർത്ഥിച്ചോളൂ. നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുക, അസ്വസ്ഥത ഉണ്ടാവുക. ഞാൻ പറയും, അച്ഛൻ പ്രാർത്ഥിച്ചു, അച്ഛന് നല്ല മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, നമ്മൾ ഭയങ്കര സന്തോഷം അനുഭവിക്കും. കാരണം എന്താണ്? അച്ഛനാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കുക ചെയ്യാം. പക്ഷെ ഇവിടെ ദൈവകൃപ നിറഞ്ഞവൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യനല്ല, മറിച്ച് ദൈവദൂതനാണ്. പക്ഷെ അവൾ വളരെ അസ്വസ്ഥപ്പെടുകയാണ്. എങ്കിൽ എന്താണ് അവളുടെ അസ്വസ്ഥതയ്ക്ക് കാരണം? രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അവൾ ഭയപ്പെട്ടത് ദൈവവചനത്തിന് മുമ്പിലാണ്. ഒരിക്കലും ഈ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, ഇത് മാലാഖയുടെ വാക്കുകളല്ല, മറിച്ച് പിതാവായ ദൈവത്തിന്റെ വാക്കുകളാണ്. പിതാവായ ദൈവം പരിശുദ്ധമ്മയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ അഭിസംബോധനമാണ് ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, ദ ലോർഡ് ഈസ് വിത്ത് യു. അതിൽ വിട്ട് ഒരു അഭിസംബോധനം കൊടുക്കാൻ ഈ ഭൂമിയിൽ ആർക്കും പറ്റില്ല. അപ്പോ ദൂതൻ അത് അവളെ അറിയിക്കുന്നു. ഈ ദൈവവചനത്തിന് മുമ്പിലാണ് അവൾ അസ്വസ്ഥപ്പെടുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വചനം കേൾക്കുന്നവരാ, വചനം വായിക്കുന്നവരാ, വിശുദ്ധ കുർബാനയുടെ ഇടയിൽ, കുടുംബ പ്രാർത്ഥനയുടെ ഇടയിൽ, വ്യക്തിപരമായിട്ട് നമുക്ക് ഈ വചനം വായിക്കുമ്പോൾ ഭയപ്പാടുണ്ടാവാറുണ്ട്. ഒരുപക്ഷെ നമുക്ക് മറ്റു പലതിനെയും പേടിയാണ്. ദൈവത്തെയോ ദൈവിക കാര്യങ്ങളെയോ ദൈവവചനത്തെയോ നമ്മൾ ഭയപ്പെടാറില്ല. പലപ്പോഴും പരിശുദ്ധമ്മ പറയണേ, ദൈവത്തെയും ദൈവവചനത്തെയും നീ ഭയപ്പെടുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66:2 വചനം എങ്ങനെയാണ്? ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുകയും ചെയ്യുമ്പോൾ വിറയ്ക്കുന്നവനെ ഞാൻ കടാക്ഷിക്കും. അപ്പോ എന്റെ വചനം ശ്രവിക്കുകയും ചെയ്യുമ്പോൾ വിറയ്ക്കുന്നവനെ കടാക്ഷിക്കും. ഇനി നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 11 മുതലുള്ള വചനങ്ങളിലെ അവിടെ ഒരു പുരോഹിതൻ ഭയപ്പെടുന്നുണ്ട്, അസ്വസ്ഥപ്പെടുന്നുണ്ട്. അത് സക്കറിയാണ്. വചനം വായിക്കാം. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു. അവനെ കണ്ട് സക്രിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു. അപ്പോ ദൈവസാന്നിധ്യത്തിൽ സക്രിയ ഭയപ്പെടുന്നു. ഇനിയും നമുക്കൊരു കൂട്ടർ, ഒരു സമൂഹം ഭയപ്പെടുന്നത് കാണാൻ പറ്റും. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിലെ 8 മുതലേ ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. അപ്പൊ അവിടെ ഒരു ആട്ടിടയര്, ഒരു സമൂഹം മുഴുവൻ ഭയപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, വചനം കൃത്യമാണ്. ആത്മാവിൽ എളിമയുള്ളവർക്ക് ദൈവത്തെയും ദൈവസാന്നിധ്യത്തെയും വചനത്തെയും ഭയപ്പെടും. ആത്മാവിൽ എളിമ ഒപ്പം അനുതാപവും ഉണ്ടാകണം. ഈ രണ്ട് പുണ്യങ്ങൾ ഉള്ളവർക്കേ ദൈവത്തെ ഭയപ്പെടുള്ളൂ, അല്ലെങ്കിൽ ദൈവഭയം ഉണ്ടാകുള്ളൂ, ദൈവവചനത്തിന് മേൽ വിറയലോടുകൂടി നിൽക്കുള്ളൂ. ആത്മാവിൽ എളിമയുണ്ടാകണം, അനുതാപം ഉണ്ടാകണം. പരിശുദ്ധമായിട്ട് ചെയ്ത് നോക്കിയേ, ഇതാ കർത്താവിന്റെ ദാസൻ. ആ എളിമയുടെ ജീവിതമാണ്. അതിൽ വിട്ട് ഇനി പരിശ്രമിക്കൊന്നും പറയാനില്ല. എളിമയുടെ ജീവിതമാണ്. ഒപ്പം തന്നെ പാപത്തിൽ വിടാതിരിക്കാൻ അവൾ ഒരുപാട് അധ്വാനിക്കുകയാണ്. അപ്പോ ഈ ദൈവവചനം കേട്ടപ്പോ അവൾ അസ്വസ്ഥപ്പെട്ടു. ഇന്ന് ദൈവവചനം കേൾക്കുമ്പോൾ ഞാൻ അസ്വസ്ഥപ്പെടുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഓർക്കുക, കൃപ നഷ്ടപ്പെട്ടു പോകും. നമുക്ക് കൃപ കിട്ടത്തില്ല. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കും. എന്റെ വചനം ശ്രവിക്കുകയും ചെയ്യുമ്പോൾ വിറയ്ക്കുന്നവനെ ഞാൻ കടാക്ഷിക്കും. വചനത്തിന് മാറ്റില്ല. വാഗ്ദത്തം എപ്പോഴും അങ്ങനെ തന്നെ നിറവേറപ്പെടും. അപ്പൊ വചനത്തിന് മുമ്പിൽ വിറയ്ക്കുന്നവനെ ഭയം. അപ്പോ നമുക്ക് ആഗ്രഹിക്കാം, ഒന്ന്, ദൈവഭയം എന്ന പുണ്യം ഈശോയെ എനിക്ക് വേണം. പരിശുദ്ധമ്മ ഈ ഉത്ഭവപാപത്തിൽ നിന്നും മാറ്റിവെക്കപ്പെട്ടവളാണെങ്കിലും മാമോദീസായിലൂടെ ഞാനും നിങ്ങളും ഈ ഉത്ഭവപാപത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരാ. എന്നിട്ടും പരിശുദ്ധമ്മ വിശുദ്ധിയിൽ ജീവിച്ചു. നമുക്കത് പറ്റുന്നില്ല. കാരണം നമുക്ക് ദൈവഭയം നഷ്ടപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ദൈവഭയത്തിൽ ജീവിക്കാൻ പരിശ്രമിക്കാം. ആ ഒരു പുണ്യം ആഗ്രഹിക്കാം. ആ പുണ്യം വേണമെങ്കിൽ അപ്പുറത്ത് വേറെ 2 പുണ്യങ്ങൾ കൂടി വേണം. അത് ആത്മാവിലെ എളിമയാണ്. ഞാനൊന്നുമല്ല കർത്താവെ, അഹങ്കരിക്കാൻ എനിക്കൊന്നുമില്ല. ഈശോ, നിന്റെ കരുണയാണ് എന്റെ യോഗ്യത. എന്റെ ശരീരത്തിൽ പാപം ഒഴുകി ഈശോയെ, ബാക്കിയൊക്കെ നിന്റെ ദാനമാണ്. എപ്പോഴും നമ്മളൊന്ന് പറഞ്ഞോണം, ഈശോയെ, എന്റെ ശരീരത്തിൽ പാപം ഒഴികെ ബാക്കിയൊക്കെ നിന്റെ ദാനമാണ്. എങ്കിൽ വചനം പറയും, ദാനമായി കിട്ടിയെങ്കിൽ ദാനമായിട്ട് കൊടുക്കണം. അപ്പോ
നമുക്ക് ഈ എളിമയുടെ മനോഭാവം ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ ദൈവത്തെ ഭയപ്പെടാൻ തുടങ്ങും. ഇപ്പോ നമ്മുടെ മാതാപിതാക്കന്മാര് അല്ല മക്കള്, ഇപ്പൊ നമുക്കറിയാം, മക്കള് മാതാപിതാക്കന്മാരെ ഭയപ്പെടുകയാണെങ്കിൽ ആ മക്കള് മാതാപിതാക്കന്മാർ പറഞ്ഞതനുസരിക്കും. മക്കൾ മാതാപിതാക്കന്മാരെ ഭയപ്പെടുന്നില്ല എങ്കിൽ ആ മാതാപിതാക്കന്മാരെ മക്കൾ അനുസരിക്കില്ല. ആ ഭയം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് അല്ല, അതൊരു പുണ്യമാണ്. ആ ഒരു ഭയം അത് അനുസരണത്തിലേക്ക് നയിക്കുന്ന ഒരു പുണ്യമാണ്. അതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാം, 1 ദൈവഭയം, 2 ആത്മാവിൽ എളിമ, 3 അനുതാപം. ഇടയ്ക്കിടെ കുമ്പസാരിച്ച് വിശുദ്ധിയിൽ വരാനായിട്ട് നമുക്ക് സാധിക്കട്ടെ, പ്രത്യേകിച്ച് ഈ നവംബർ മാസം മാത്രമല്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം ദൈവഭയത്തിൽ പരിശുദ്ധ അമ്മയായിരുന്നു. ഇനി വീണ്ടും നമുക്ക് വചനത്തിലേക്ക് മുന്നോട്ട് പോകാം. എങ്ങനെ അവൾക്ക് വീണ്ടും വിശുദ്ധി ജീവിക്കാൻ പറ്റും? വചനം വായിക്കാം. ദൈവകൃപ നിറഞ്ഞ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. ഇനി എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്നവൾ ചിന്തിച്ചു. റീസണിങ്. ഇന്ന് 2 വിഭാഗങ്ങളുണ്ട്. ഇന്ന് വിശ്വാസം വ്യതിചലിക്കാനുള്ള കാരണങ്ങൾ 2 തരത്തിലാണ്. ഒന്ന്, ചിലർ അന്ധമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കും, ആര് പറഞ്ഞാലും വിശ്വസിക്കും. എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ കാര്യം മറ്റൊന്നുമല്ല, കീപ്പ് എ ഡിസ്റ്റൻസ്. എല്ലാവരോടും ഒരു കൈയകലം പാലിക്കണം. ഇന്ന് പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും അന്ധമായിട്ട് വിശ്വസിച്ചു. ഇപ്പൊ ഞാൻ തന്നെ ഒരു കാര്യം പറയുന്നു, ഐ എ പ്രീസ്റ്റ് എന്ന് വിചാരിച്ചുകൊണ്ട്, ഞാൻ വചനപ്രഘോഷിക്കുന്ന അച്ഛൻ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ അന്ധമായിട്ട് അത് വിശ്വസിക്കരുത്. ഒരു കാര്യം പറയുമ്പോൾ അത് ആരാണെങ്കിലും നമുക്ക് ദൈവം റീസണിങ് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറയുന്നത്, ഫെയ്ത്ത് ആൻഡ് റീസൺ ഷുഡ് ബി ബാലൻസ്ഡ്. വിശ്വാസവും യുക്തിയും ബാലൻസ് ചെയ്ത് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ട്രാക്കില്, വഴിയിൽ നിൽക്കാൻ പറ്റുള്ളൂ, വഴിയിലൂടെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഒരു വിഭാഗം അന്ധമായിട്ട് വിശ്വസിക്കുമ്പോൾ മറുവിഭാഗം അന്ധമായിട്ട് ന്യായീകരിക്കുന്ന വിഭാഗം, അത് പുരുഷന്മാരാണ് കൂടുതൽ. ഏതിനും വിമർശനങ്ങളും ന്യായീകരണം. അവർക്ക് ഫെയ്ത്തിന്റെ ലെവലില്ല. എന്തിനു വിമർശിക്കുക, എന്തിനു ന്യായീകരിക്കുക? ഇത് രണ്ടും തെറ്റാ. പരിശുദ്ധമ്മയുടെ ജീവിതം, അവൾ ചിന്തിച്ചു, അവൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, അവൾ റീസണിങ് ഉപയോഗിക്കുന്നുണ്ട്. നമുക്കും ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പിശാചൊരുക്കുന്ന കെണി എന്തെന്ന് തിരിച്ചറിയാൻ പറ്റണം. ഇന്ന് പിശാജ് പോലും മാലാഖയുടെ മുഖം ചമയെന്ന് വചനം എഴുതി വെക്കുമ്പോൾ ഇന്ന് പിശാജ് പോലും പല രൂപത്തിലും വരും. നമുക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലാണ് വരിക. പക്ഷെ അത് പിശാജാണോ അത് ദൈവിക സാന്നിധ്യമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ ദ ഗിഫ്റ്റ് ഓഫ് ഡിസേൺമെന്റ്, നമുക്ക് വിവേചനത്തിന്റെ വരം വേണം. പരിശുദ്ധമ്മയ്ക്ക് അതുണ്ട്. അവൾ ചിന്തിക്കുക. കാരണം അവളുടെ മനസ്സിൽ കിടക്കുന്ന ഒരു ബോധ്യമുണ്ട്, ജനിച്ച നാൾ മുതൽ ഞാൻ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടവളാണ്. പക്ഷെ ഇവിടെ മാലാഖ പറയണം, ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ അവന് യേശു എന്ന് പേരിടണം. ഇത് രണ്ടും വൈരുദ്ധ്യങ്ങളാണ്, ഒരിക്കലും യോജിച്ചു പോവില്ല. അവൾക്ക് ഭാര്യത്തിൽ അമ്മയിലൂടെ കിട്ടിയ ബോധ്യം ഒന്ന്, ഇപ്പൊ ദൂതൻ പറയുന്ന ബോധ്യം 2. അവള് അന്ധമായിട്ട് അമ്മേനും വിശ്വസിക്കുന്നില്ല, ദൈവദൂതനും വിശ്വസിക്കുന്നില്ല. അവൾ ചിന്തിച്ചു. അതുകൊണ്ട് പരിശുദ്ധ അമ്മ അമലോത്ഭവയായെങ്കിൽ, ഉത്ഭവഭാവിലതെ അവൾ ജനിച്ചുവെങ്കിൽ, അവൾക്ക് പാപമില്ലാതെ ജീവിക്കാൻ പറ്റിയെങ്കിൽ, നമ്മൾ മാമോദിസായിലൂടെ ഉത്ഭവഭാവത്തിൽ നിന്ന് മാറ്റിവെക്കപ്പെട്ടവരാണെങ്കിൽ, ഒന്ന് ഞാൻ പറഞ്ഞു ദൈവഭയം വേണം, 2 ഇറീസൺ, ഫെയ്ത്ത് ആൻഡ് റീസൺ ഷുഡ് ബി ബാലൻസ്. ഇന്ന് നമുക്കറിയാം പലരും വരും, ആര് പറയുന്നത് ശരി, ഏതാ ശരി, ഇപ്പൊ വചനം വ്യാഖ്യാനിക്കുകയാണെങ്കിലും എന്താ ശരി, ഓരോരുത്തരും ഓരോ തരത്തിൽ വ്യാഖ്യാനിക്കുന്നു. പക്ഷെ ഇവിടെ തിരുസഭ എന്ത് പഠിപ്പിക്കുന്നു, സഭാപിതാക്കന്മാർ എന്ത് പഠിപ്പിക്കുന്നു, നമ്മളത് പഠിക്കണം. അല്ലെങ്കിൽ ഒരാൾ കേട്ടു എന്നാൽ പിന്നെ അതിന്റെ പുറകെ പോകും. എനിക്കറിയാം, ഇപ്പോ ഞാൻ ആരെയും വിമർശിക്കുകയല്ല, പക്ഷെ യാഥാർത്ഥ്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ഈ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇപ്പോ നല്ല ഗിഫ്റ്റഡ് ആയിട്ടുള്ള കൗൺസിലേഴ്സ് ഉണ്ട്, എന്നാൽ പൈസ മോട്ടീവ് ആയിട്ടുള്ളവരുണ്ട്, പ്രശസ്തി മോട്ടീവ് ആയിട്ടുള്ളവരുണ്ട്, ഒരു ടീമിന്റെ കൂടെയാണെന്ന് നടിക്കുന്നവരുണ്ട്. ചില കൗൺസിലേഴ്സിന്റെ ഒക്കെ കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് തകർന്ന കുടുംബങ്ങളെ അച്ഛനറിയാം. ആദ്യമായിട്ട് അങ്ങനെ വിശ്വസിക്കും, അന്ധമായിട്ട് വിശ്വസിക്കും, പിന്നെ അവർ പറയുന്നതിൽ നിന്ന് വിട്ടുപോകാൻ പറ്റില്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്കെപ്പോഴും റീസണിങ് ഉണ്ടാകട്ടെ, ഫെയ്ത്ത് ഉണ്ടാകട്ടെ, രണ്ടും ബാലൻസ്ഡ് ആയിരിക്കട്ടെ. 2ാമത്തെ പോയിന്റ്. അതുകൊണ്ട് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ പറയാണ്, അവളോട് പറഞ്ഞു, മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. എന്നർത്ഥം പറഞ്ഞില്ലേ? അവളുടെ മനസ്സിൽ കിടക്കുന്ന ബോധ്യം ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടു. വിവാഹം അവർക്ക് അന്യമാണ്. ഇവിടെ പറയാണ്, ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ അവന് യേശു എന്ന് പേരിടണം. ഇപ്പൊ വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വീട്ടില് അച്ഛൻ പോയിട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് പറയാം, മോളെ അടുത്ത വർഷം ഈ സമയത്ത് എനിക്കൊരു കുഞ്ഞുണ്ടാവും എന്ന് ഞാൻ പറയുകയാണെങ്കിൽ നോർമലി ഒരു പെൺകുട്ടി വളരെ ഹാപ്പി ആയിരിക്കും.
കാരണം കുഞ്ഞുങ്ങളില്ലാത്ത വേദന ഇന്ന് ചുറ്റുപാടും പലർക്കും ഉണ്ട്. ഈ കാലഘട്ടം എനിക്കറിയില്ല കേട്ടോ. കാരണം പണ്ടത്തെ ഒരു ചിന്ത നാം രണ്ട് നമുക്ക് രണ്ട്, പിന്നെ നാം രണ്ട് ഇപ്പൊ നമുക്ക് ഒന്നായി. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നാം രണ്ട് നമുക്ക് വേണ്ടെന്നാണ്. അപ്പൊ ഇപ്പോഴത്തെ പെൺകുട്ടികളോട് ചോദിച്ചാൽ എനിക്ക് അറിയില്ല റിപ്ലൈ എങ്ങനെയായിരിക്കുന്നത്. അവർ പറയും കുഞ്ഞ് ഉണ്ടാകുന്ന പറഞ്ഞാൽ ചിലപ്പോൾ അസ്വസ്ഥപ്പെടും. പക്ഷെ നോർമലി ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് വിവാഹം ഉറപ്പിച്ചു, അടുത്ത ആഴ്ച കല്യാണമാണ്, ഞാൻ പ്രാർത്ഥിക്കാൻ പോയി, പ്രാർത്ഥനയായിരുന്നു അടുത്ത വർഷം മോളെ ഒരു കുഞ്ഞുണ്ടാവട്ടോ. ആ പെൺകുട്ടി സന്തോഷിക്കും. കാരണം തന്നെ അത് അച്ഛൻ്റെ കിട്ടിയ ഒരു സന്ദേശമാണ്. അവൾ സന്തോഷിക്കും. അതുകൊണ്ട് സന്തോഷിക്കുക വേണ്ടത്. ഇവിടെ ദൂതൻ പറയാണ് ദൈവകൃപ നിറഞ്ഞുള്ള സ്വസ്തി എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഒരു പുത്രനെ പ്രസവിക്കുന്ന പറയുമ്പോൾ വിവാഹം ഉറപ്പിച്ചിരുന്ന ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ അവൾ സന്തോഷിക്കാൻ വേണ്ടതായിരുന്നു. പക്ഷെ അവൾ അസ്വസ്ഥപ്പെടുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അവളെ മനസ്സിൽ കിടക്കുന്ന ഒരു ബോധ്യമുണ്ട്, ഞാൻ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടോളാം. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് അവൾ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയല്ല, ആ വാക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൂട്ടിച്ചേർത്തേക്കുക അബദ്ധങ്ങളില്ലാതിരിക്കാൻ വേണ്ടി. അവൾക്ക് നല്ല ബോധ്യമുണ്ട്, ഞാൻ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടവളാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു കുഞ്ഞുണ്ടാകുമെന്ന് പറയുമ്പോൾ സന്തോഷിക്കേണ്ടവൾ ആ വ്യക്തി സന്തോഷിക്കല്ല പരിശുദ്ധമ ചെയ്യുന്നത്, അവൾ അസ്വസ്ഥപ്പെടുന്നു, അവള് ഭയപ്പെടുകയാണ്. ഇതെങ്ങനെ സംഭവിക്കും? ഒരു വീണ്ടും ദൂതൻ കുറെ ദൈവശാസ്ത്രം പറഞ്ഞു വെക്കുന്നുണ്ട്. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും, യാക്കോബിന്റെ ഭവനത്തിൽ അവൻ എന്നേക്കും ഭരണം നടത്തും, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല. ഇതൊക്കെ ദൈവശാസ്ത്രമാണ്. ആ ഗ്രാമീണ കന്യകയ്ക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ എന്നിട്ട് അടുത്ത വചനം നോക്കിയേ, ഇതെങ്ങനെ സംഭവിക്കും? അവൾ ചിന്തിച്ചുകൊണ്ട് ചോദിക്കാം, മാലാഖയോട് ചോദിക്കും, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അവളെ ബോധ്യമാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അവള് ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുക, ദൂതനോട് ഡയലോഗിലേക്ക് വരിക. അപ്പോ ചിന്തിക്കുക മാത്രമല്ല, ഡയലോഗിലേക്ക് അവൾ വന്നു, ഒരു സംഭാഷണത്തിൽ ഏർപ്പെട്ടു. ഞാൻ പറയാറുണ്ട്, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിൽ പെട്ട് കിടക്കുന്ന ഞാൻ തന്നെ കണ്ടെത്തുന്ന സൊല്യൂഷൻ വീണ്ടും പ്രശ്നം പിടിച്ച സൊല്യൂഷനാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കാം. അപ്പൊ നമ്മളൊരു പ്രശ്നത്തിൽ പെട്ട് കിടക്കാന്ന് വിചാരിക്കുക, അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ നമ്മൾ തന്നെ കണ്ടെത്തുന്ന സൊല്യൂഷൻ ഉണ്ടല്ലോ, അത് അതിനായിട്ട് വലിയ പ്രശ്നം പിടിച്ച സൊല്യൂഷൻ ആയിരിക്കും. പക്ഷെ ഇവിടെയൊക്കെ പൂർവികര് നമ്മുടെ മാതാപിതാക്കൾ കാണിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ മാതാപിതാക്കൾക്ക് അധികം വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും പണ്ട് ഈ ജ്ഞാനം ഉണ്ടായിരുന്നു. കുടുംബത്തിലൊരു പ്രശ്നം വന്നാലേ, വ്യക്തിജീവിതത്തിലൊരു പ്രശ്നം വന്നാലേ അവരാദ്യം ഓടി ചെല്ലുക പള്ളിയിലെ വികാരിച്ചിന്റെ അടുത്തേക്ക്. ഇന്നും അങ്ങനെയുള്ള കുടുംബങ്ങളൊന്നും അന്യം വന്നു പോയിട്ടില്ല. ഞാനിപ്പോ 2 പള്ളിയുടെ വികാരിയച്ഛനാണ്. ഗ്രാമീണമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലുള്ള ഒരു ഇടവകയാണ്. വീട്ടിലൊരു പ്രശ്നം വന്നാൽ, ഒരു വേദന വന്നാൽ, ഒരു രോഗം വന്നാൽ ഓടി വരും അച്ഛന്ന്. ചിലപ്പോൾ വീട്ടിൽ ഹൈ പ്രഷർ കൊണ്ട് ചിലപ്പോൾ നമ്മളോടൊക്കെ ദേഷ്യപ്പെട്ടിട്ടാവും. പക്ഷെ നമ്മളൊന്ന് ശാന്തമായിട്ട് കേട്ട് കഴിഞ്ഞാലേ അത് ആ പ്രഷർ കൊണ്ട് പറയുന്നതാണ്. നമ്മൾ കേൾക്കാനുള്ള മനസ്സിലായ മതിയെന്നേ. അപ്പോ വീട്ടിലൊരു പ്രശ്നം വന്നാൽ ഇന്നും ഓടി വരുന്ന കുടുംബങ്ങളും വ്യക്തികളും ഉണ്ട് കേട്ടോ. എന്റെ ജീവിതത്തിലെ കുടുംബത്തിലൊക്കെ ഞാൻ കണ്ടേക്കുന്നത്, വീട്ടിലൊരു പ്രശ്നം വന്നാൽ, അല്ലെങ്കിൽ ഞാൻ ഓർക്കുന്നുണ്ട്, വീട്ടിലിപ്പോ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു പഴം ഉണ്ടായി, അല്ലെങ്കിൽ കൊല, അത് പഴുത്തു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും നല്ല പടല അത് ഞങ്ങളോട് അമ്മ പറയും, ആ അച്ഛനും കൊണ്ടുപോയി കൊടുക്കും. നമ്മൾ ഈ സൈക്കിൾ എവിടെ കൊണ്ടുപോയി കൊടുക്കും. രണ്ടാമത്തെ പടല അത് കോൺവെന്റിൽ കൊണ്ടുപോയി കൊടുക്കും. 3 തൊട്ടുള്ള പടലകളെ നമുക്ക് കിട്ടാൻ തുടങ്ങുള്ളൂ. അപ്പൊ കുടുംബത്തിലൊരു അംഗം പോലെ ഇടവക വികാരിനെ ജനം കണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇന്നിപ്പോ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കൊണ്ട് വികാരിച്ചനൊക്കെ വിമർശിക്കുകയാണ്. നമ്മൾ തന്നെ നമ്മുടെ വികാരിച്ചന്മാരെ കുറ്റം പറയുന്നു. എന്ന് വെച്ചാൽ മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമാണ്. കാരണം തുപ്പല് മേത്തേക്ക് വീണുകൊണ്ടിരിക്കുക. ഞാൻ പറയും, ഒരു ഇടവകയിലെ ഒരു വികാരിച്ചൻ ആ ഇടവകയുടെ ജനത്തിന്റെ ഒരു ആത്മീയ പിതാവാണ്. ജനത്തിന്റെ യാചനകളും അപേക്ഷകളും ദൈവത്തിലേക്ക് കൊടുക്കുന്ന ഒരു മീഡിയേറ്ററാണ്. ഒപ്പം തന്നെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ ജനത്തിലേക്ക്, ഇടവകയിലേക്ക് ഒഴുക്കുന്ന ഒരു ചാനൽ കൂടിയാണ്. നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഒരുപക്ഷെ വികാരിച്ചന് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നു വരില്ല. ചിലപ്പോഴൊക്കെ ഞാൻ കേട്ടിരിക്കുള്ളൂ, കുറെ കഴിയുമ്പോൾ അച്ഛാ ഇതൊക്കെ ശരിയാക്കാന്നേ, അച്ഛനോട് പറഞ്ഞപ്പോൾ പകുതി സമാധാനമായി, ശാന്തമായിട്ട് പോവാണ്. അവരത് പ്രശ്നം പരിഹരിക്കും. നമ്മൾ കേട്ടാൽ മതി, അതിൽ തന്നെ കൃപയൊഴുകും. ഇന്ന് ഇപ്പൊ ഒരു പുരോഹിതൻ നിലയ്ക്ക് എന്താണ്, ഇപ്പൊ പലർക്കും തിരക്കാന്ന് പറയും ജനത്തിന്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് അച്ഛന്മാരെ കിട്ടാനില്ല. ശരിയാണ്, ഇത് ഞങ്ങളുടെ കുറെ വീഴ്ചകളാണ്. കാരണം പണ്ടത്തെ പോലെയല്ല. പക്ഷെ എങ്കിലും എന്താണ്, നമ്മുടെ പ്രശ്നങ്ങള് അച്ഛാരു കുമ്പസാരസം പോലെ, നമുക്ക് കുമ്പസാര കൂട്ടിലല്ല പറയണത്, നിങ്ങൾക്ക് പറയാണ്ടെന്ന് പറഞ്ഞു നോക്കിയേ. പഴയ നിയമത്തില് അന്ന ഏൽക്കാന, കുഞ്ഞുങ്ങളില്ലാത്ത വേദന അവർക്കുണ്ട്. ഇതിൽ അന്ന ദേവാലയത്തിലിരുന്ന് കണ്ണീരോടെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോ പുറകിൽ ഒരു പുരോഹിതൻ ഇരിക്കുന്നുണ്ടായിരുന്നു, ഏലി. കാഴ്ച കുറഞ്ഞ് മങ്ങിപ്പോയി. ആ മനുഷ്യൻ വിചാരിച്ചു, ആ പുരോഹിതൻ വിചാരിച്ചു ഈ അന്നായിരുന്നു വിതമ്പുന്നത് വീഞ്ഞു കുടിച്ച് ഉന്മത്തിയായിട്ടാന്ന് വിചാരിച്ചത്. അങ്ങനെ പുരോഹിതൻ എലി അവളെ അടുത്തെത്തി കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് കുഞ്ഞില്ലാത്തതിന്റെ വേദന അവൾ ദൈവത്തെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ
വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടെടുത്ത് ഏലി ഒരു ആശീർവാദം കൊടുത്തു. പുരോഹിതനോട് അവൾ കാര്യങ്ങൾ പറഞ്ഞു. പുരോഹിതനിലൂടെ ഒരു വചനം വന്നു, അടുത്ത വർഷത്തെ സമയത്ത് പിന്നെയാണ് സാമൂഹ്യൽ വരുന്നത്, കൃപയുള്ള മനുഷ്യൻ. പുരോഹിതര് ഒരു പക്ഷേ പൗരോഹിത്യം എന്ന അധികാരത്തിന് കുറവില്ല കേട്ടോ, പൗരോഹിത്യം എന്ന അധികാരത്തിന് കുറവില്ല. പക്ഷെ ആ പൗരോഹിത്യം പിറന്ന പുരോഹിതനായ വ്യക്തിയിൽ പിന്നില് ഒരുപാട് കുറവുണ്ട്. എൻ്റെ അപ്പൻ്റെ അമ്മയുടെ നിന്നും കിട്ടിയ കുറവുകൾ, എൻ്റെ വളർച്ചയിൽ വന്ന കുറവുകൾ, പലതും തിരുത്താൻ മാറ്റാം, പക്ഷെ പലതും മാറ്റാൻ പറ്റില്ല. അപ്പോ ഇന്ന് കുറവുകളെ നോക്കിയിട്ട് ഈ അധികാരത്തെ വിമർശിക്കുമ്പോൾ റോമക്കാർക്ക് ഈ ലേഖനം 13-ാം അധ്യായം 1, 2, 3 വചനം കൂടി കൂട്ടി വായിക്കണം. അധികാരം സ്വർഗത്തിൽ നിന്ന് വരുന്നു, അധികാരത്തെ നിഷേധിക്കുന്നവൻ സ്വർഗീയ സംവിധാനങ്ങൾ നിഷേധിക്കുന്നു, അവന് ശിക്ഷാവധിയുണ്ട്. അപ്പൊ എനിക്ക് പൗരോഹിത്യ അധികാരമുണ്ട്, ആ പൗരോഹിത്യ അധികാരത്തിൽ കുറവില്ലെന്നേ, പക്ഷെ അത് പേറുന്ന ഈ വ്യക്തിയില് എന്നിൽ ഒരുപാട് കുറവുണ്ട്. അപ്പൊ നമ്മൾ പൗരോഹിത്യ അധികാരത്തെ വിമർശിക്കേണ്ട കർത്താവിന്റെ അഭിഷേകത്തിൽ. നമുക്ക് വീട്ടിലൊരു പ്രശ്നം വരുമ്പോൾ ഇവിടെ മാലാഖയോടാണ് അവിടെ സംഭാഷണത്തിൽ ഏർപ്പെട്ടെങ്കിൽ, ഡയലോഗിലേക്ക് ഏർപ്പെട്ടെങ്കിൽ, നമ്മുടെ പൂർവ്വീകർ കാണിച്ചാൽ വീട്ടിലൊരു പ്രശ്നം ഉണ്ടോ അത് വികാരിച്ചനോട് പോയി പറയും. വികാരിച്ചനോട് പറഞ്ഞാൽ അവിടെ ദൈവം ഇടപെടും. എന്നാൽ ഇന്ന് അങ്ങനത്തെ സംഭവിക്കുന്നത്, ഇന്ന് വികാരിച്ചനോട് മാത്രം പറയില്ല, നമ്മൾ നമ്മുടേതായ സർക്കിളുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിന്ന് ധ്യാനത്തിന് ക്ലാസ് എടുക്കുമ്പോൾ പറയും, അത് വാട്സാപ്പ് ഗ്രൂപ്പുകളാകാം, ഇൻസ്റ്റാഗ്രാം ആകാം, ഫോൺ കോളുകളാകാം, നമുക്ക് നമ്മുടേതായ ഗ്രൂപ്പുകളുണ്ട്, നമ്മുടേതായ ഗ്രൂപ്പുകളിലാണിത് ഷെയർ ചെയ്യുക. അപ്പോ ഒരു കുടുംബത്തിലെ ഭർത്താവിന്റെ കുറവുകൾ ഭാര്യ എന്ത് ചെയ്തു തന്റെ സർക്കിളില്, ഭാര്യയുടെ കുറവ് ഭർത്താവ് തന്റെ സർക്കിളില്, മക്കള് മാതാപിതാക്കന്മാരുടെ കുറവുകൾ അവരുടെ സർക്കിളില്. എന്നിട്ട് എന്തുണ്ടാവുമെന്ന് അറിയൂ, ഒരു നാൾ ഈ സർക്കിൾ അത് ബ്രേക്ക് ഔട്ട് ആവും, ഒരു നാൾ ഈ സർക്കിൾ പൊളിയും, അത് ബ്ലാസ്റ്റ് ചെയ്യും, പൊട്ടിത്തെറിക്കും. പിന്നെ എന്താ ഉണ്ടാവുക, നമ്മൾ ഈ കുടുംബത്തിന്റെ രഹസ്യങ്ങളും കൃപകളോ എന്തൊക്കെയോ അതൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ അത് തിരിച്ച് നമ്മളെ ആക്രമിക്കാൻ തുടങ്ങും. എന്നാ ഒരു പ്രശ്നം. എന്നാൽ ഒരു വൈദ്യന്റെ അടുത്ത് വെച്ചാൽ ഇത് കുമ്പസാര രഹസ്യമാണെന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറയുമ്പോണ്ടല്ലോ, അവിടെ ഏത് വ്യക്തി വന്ന് ചോദിച്ചാലും അച്ഛനെ ആ രഹസ്യം വെളിപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ വെളിപ്പെടുത്തിയ ചരിത്രമില്ല. അങ്ങനെ വെളിപ്പെടുത്തുകയാണെങ്കിൽ സഭയിൽ നിന്ന് പണിഷ്മെന്റ് ഉണ്ട്, സസ്പെൻഷൻ അല്ലെങ്കിൽ ഡിസ്മിസലും ഉണ്ട്. ഒരിക്കലും വെളിപ്പെടുത്തില്ലെന്ന്. ഇപ്പൊ ഞാനൊരു പുരോഹിതനല്ലേ, എന്ത് പ്രഷർ വന്നാലും വെളിപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അങ്ങനെയല്ല, അത് വായിന്ന് പോയിന്ന് വരും. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അത് എവിടേക്കാണ് അത് കൊടുക്കുന്നത്, അത് കണ്ടുപറ്റണം. അപ്പോ നമുക്ക് സോറി അച്ഛാ, ഒരു മിനിറ്റ്, മൈക്ക് അൺമ്യൂട്ട് ആയിട്ടുണ്ട്. ശരി ശരി അച്ഛാ, മൈക്ക് ഒന്ന് ചെക്ക് ചെയ്യാമോ? മൈക്ക് അയ്യോ, ഹലോ, കറക്റ്റ് അയച്ചു. ബൂമറാങ് പോലെ നമ്മിലേക്ക് വരുമ്പോ നമ്മളൊരു കാര്യം തിരിച്ചറിയുക, വചനം ഓർക്കുക, മുത്തുകൾ എടുത്ത് പന്നികൾക്ക് കൊടുക്കരുത്, അവ അത് നശിപ്പിക്കുകയും തിരിച്ച് നമ്മളെ ആക്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ പൂർവ്വീകർ നൽകുന്ന ഒരു പാഠമുണ്ട്, പ്രശ്നം വരുമ്പോ വിഷമം വരുമ്പോ അത് നിങ്ങളുടെ ആത്മീയ പിതാവിന്റെ അടുത്തേക്ക്, അത് നിങ്ങളുടെ വികാരി അച്ഛനാണ്, പോയി ഷെയർ ചെയ്യുക. അച്ഛന്റെ സമയവും ഇതൊക്കെ നോക്കണം കേട്ടോ. ഇപ്പൊ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ട് ഞാൻ റിപ്ലൈ തന്നേക്കാം, ഞാനൊരു സമയം കണ്ട്, ചിലപ്പോൾ എൻ്റെ തിരക്കുള്ള സമയത്ത് വന്ന് ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ദേഷ്യപ്പെട്ടെന്ന് വരും, അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞു തരും. എന്നാൽ ചില സമയത്ത് നമ്മൾ നിന്ന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ ആത്മീയപിതാവിനോട് പറയാൻ പറ്റട്ടെ. ഇവിടെ ഒരു ഡയലോഗിലേക്ക് പരിശുദ്ധമ്മ വന്നു. ഈ വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞു, എന്താണ് നിങ്ങളൊന്ന് ചിന്തിക്കുക, റീകളക്ട് ചെയ്യുക. ഒന്നെന്താണ്, ദൈവഭയം എന്ന പുണ്യം വേണം, അതിന് ആത്മാവിൽ എളിമയും ഉണ്ടാവണം, അനുതാപം ഉണ്ടാവണം. 2 എന്താണ്, റീസണിങ്. എന്ന് വെച്ചാൽ റീസണിങ് മാത്രമല്ല, ഫെയ്ത്ത് ആൻഡ് റീസൺ ഷുഡ് ബി ബാലൻസ്ഡ് ആയിരിക്കണം. നമുക്ക് വിശ്വാസവും യുക്തിയും ബാലൻസ് ചെയ്ത് പോകാൻ പറ്റണം. അന്ധമായിട്ട് ആരെയും വിശ്വസിക്കരുത്, അന്ധമായിട്ട് ന്യായീകരിക്കരുത്. ഇപ്പൊ ബിജു ആലപ്പാടച്ച് നിങ്ങളോട് ഈ ഗ്രൂപ്പിനോട് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ അന്ധമായിട്ട് വിശ്വസിക്കരുത്, നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങണം, നിങ്ങൾ ചിന്തിക്കണം. അച്ഛൻ പറഞ്ഞില്ല ശരിയുണ്ട്, കാരണം എൻ്റെ ഒരു മാനുഷിക തലമുണ്ട്, എപ്പോഴും ദൈവിക തലത്തിൽ നിന്നുകൊണ്ട് ഞാനൊരു മനുഷ്യനല്ല, എത്രയോ ബലഹീനതയുണ്ട്. അപ്പോ ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത് ആ മാനുഷിക തലത്തിൽ നിന്നാണെങ്കിലോ നിങ്ങൾ അന്ധമായിട്ട് അത് വിശ്വസിച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അബദ്ധമായിരിക്കും. അപ്പൊ ഫെയ്ത്ത് ആൻഡ് റീസൺ ഷുഡ് ബി ബാലൻസ്ഡ് ആയിരിക്കണം. 3 എന്താണ് എപ്പോഴും ഡയലോഗിലേക്ക് വരണം. നമുക്ക് തുറന്നു പറയാനായിട്ട് ഒരു വ്യക്തി ഉണ്ടാകണം. ഈശോയുടെ ജീവിതം നോക്കിയോ, ഈശോയുടെക്ക് ജനക്കൂട്ടത്തിന് മധ്യത്തിലാണ്. ഈശോ ജനക്കൂട്ടത്തിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ നിന്ന് 72 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ 72 പേരോട് ജനക്കൂട്ടത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് വീണ്ടും 12 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, അതാണ് അപ്പസ്തലന്മാര്. ഈ 72 പേരെക്കാൾ കൂടുതൽ 12 പേരോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൽ തന്നെ 3 പേരോട് പറഞ്ഞിട്ടുണ്ട്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. അതായത് ഈശോ ചിലയിടങ്ങളിലേക്കൊക്കെ ഉയർപ്പിക്കാൻ, ലാസർ ഉയർപ്പിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ രൂപാന്തരീകരണ വേളയിൽ ഈ 3 പേരേ ഉള്ളൂ, ബാക്കിയുള്ളവരെ കൊണ്ടുപോയിട്ടില്ല. എന്തുകൊണ്ടെന്നുള്ളത്
അതൊരു രഹസ്യമാണ്. ഈശോ 3 പേരോട് ഈ 12 പേരെക്കാൾ കൂടുതലായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതും വിട്ട് ചില സമയത്ത് അവരെയും മാറ്റി ഈശോ ഒരു കല്ലേറു ദൂരം മലമുകളിലും വിജനതകളിലും രാത്രിയുടെ യാമങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് പിതാവുമായിട്ടൊരു ബന്ധമാണ്. ഈ കണ്ണികള് ഒരെണ്ണം പോലും അറ്റുപോകരുത്. അവിടെ പ്രശ്നമാണ്. ചിലര് എന്താണ്, ജനക്കൂട്ടത്തിന് മധ്യത്തിൽ തന്നെയാണ് പ്രവർത്തനങ്ങൾ. എന്നാൽ ചിലർക്ക് 1-2 വ്യക്തികൾ മാത്രമേ ഉള്ളൂ, അവർക്ക് വേറെ ഒന്നുമില്ല. ചിലർക്ക് പ്രാർത്ഥന മാത്രമാണ്, സമൂഹമായിട്ട് ഒരു ബന്ധവുമില്ല. ഒക്കെ പ്രശ്നങ്ങളാ. ഒരു നല്ല വ്യക്തിത്വം രൂപപ്പെടണമെങ്കിൽ ഈശോ തന്നെ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ നൽകുന്ന ഒരു പാഠമുണ്ട്. നമുക്ക് നമ്മുടെ ഒരു വിഷമ വേദന പറയുമ്പോൾ അത് തുറന്നു പറയാനായിട്ട്, ദൈവത്തോട് മാത്രമല്ല, അത് ഞാൻ പറയാം, ദ ബെസ്റ്റ് നമ്മുടെ ആത്മീയ പിതാവായ വികാരിയച്ഛനാണ്. നീ നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തി. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതിങ്ങനെ പറയുന്ന ഒരു ശ്രേണിയുണ്ട്. എനിക്ക് നല്ലൊരു കുടുംബമുണ്ട്. എന്റെ എല്ലാ കാര്യങ്ങളും പറയാം. എനിക്ക് 3-4 സിസ്റ്റേഴ്സ് ഉണ്ട്, വൈദികരുണ്ട്. എനിക്ക് എന്റെ കാര്യങ്ങൾ, അതിൽ തന്നെ എന്റെ എല്ലാ കാര്യങ്ങളും പറയാൻ കേൾക്കുന്ന ഒരു വൈദികനുണ്ട്. ഇനി ഞാൻ ജനസമൂഹം, എനിക്ക് 2 ഇടവകയുണ്ട്. എല്ലാം ബാലൻസ്ഡ് അല്ലെങ്കിൽ വീണ് പോകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കുക. പരിശുദ്ധമ നൽകുന്ന ഒരു പാഠം എന്താണ്? നമുക്ക് സംഭാഷണത്തിൽ ഏർപ്പെടണം. നിങ്ങളുടെ ആത്മീയ പിതാവിനോട് പറഞ്ഞ് നിങ്ങൾക്ക് സൊല്യൂഷനിൽ എത്താൻ പറ്റണം. വീണ്ടും മുന്നോട്ട് പോവാണ്. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസികമാകിയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദേവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. ഇതാ ദേവദൂതൻ അടയാളം കൊടുക്കുകയാണ്. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്കിത് 6-ാം മാസമാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. അതിന് അവസാനം ആ ദിവസങ്ങളിൽ മറിയം യൂദയായാലും മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ പോയി. ഈ ആത്മീയ ജീവിതത്തിലെ ഞാൻ കണ്ടെത്തിയൊരു സത്യമുണ്ട്. നമുക്ക് കൺഫ്യൂഷൻ വരുമ്പോൾ അടയാളം ചോദിച്ച് പ്രാർത്ഥിക്കും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കി. ചിലപ്പോഴൊക്കെ ഏതാ ചെയ്യേണ്ടത്? കൺഫ്യൂഷനാണ്. അത് ചെയ്തോണോ ഇത് ചെയ്യണോ? നമുക്ക് ഉത്തരം കിട്ടില്ല. അടയാളം ചോദിച്ചോ. നടക്കാൻ പറ്റാത്ത ഏത് അടയാളം വേണമെങ്കിൽ ചോദിച്ചോ. ഉദാഹരണത്തിന്, ഞാന് സെഹ്യോനിൽ ധ്യാനം കൂടുകയാണ്. സെഹ്യോനിൽ ധ്യാനം കൂടുന്ന സമയത്ത് ഞങ്ങളുടെ വൈദികരുടെ രൂപത ധ്യാനമാണ്. അപ്പോൾ അവിടെ വട്ടായച്ചൻ ഇങ്ങനെ പറഞ്ഞു, ഇയേഴ്സ് ബാക്ക് കേട്ടോ, എനിക്കൊന്ന് 2012-13 കാലഘട്ടം. അപ്പോൾ വട്ടായച്ചൻ ഞങ്ങളോട് പറഞ്ഞു, ഇവിടെ ഡെലിവറൻസ് ശുശ്രൂഷ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, താല്പര്യമുള്ള അച്ഛന്മാർക്ക് അതിൽ പേര് പങ്കെടുക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ഭയങ്കര ആവേശമായി. ഡെലിവറൻസ് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടല്ല, കാരണം അങ്ങനെ ഒരു സാധ്യത വരുമ്പോൾ എനിക്ക് എല്ലാ മാസവും അവിടേക്ക് വരാം, പ്രാർത്ഥിച്ചൊരുങ്ങാം, നന്നായി കുമ്പസാരിക്കാം, ഫ്രഷ് ആയിട്ട് തിരിച്ചടവുകയിൽ വരാം. ആ ഒരു ചിന്ത എനിക്ക് നടന്നത്. അങ്ങനെ ഞാൻ പേര് കൊടുത്തു. ഇപ്പൊ ഞാൻ തൃശ്ശൂരാണ്, എനിക്ക് അട്ടപ്പാടിക്ക് എത്തണം. എല്ലാ മാസവും എത്തുക പറഞ്ഞാൽ പ്രായോഗികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ കൊടുത്തു. എന്നിട്ട് ഈശോയോട് പറഞ്ഞു, ഈശോയെ, എൻ്റെ ഇടവപ്പള്ളിയിൽ ചൊവ്വാഴ്ച കാലത്ത് കുർബാന കഴിഞ്ഞാൽ ബുധനാഴ്ച വൈകിട്ട് 6 മണിക്കാണ് കുർബാനയുള്ളൂ. അപ്പൊ ചൊവ്വാഴ്ച കാലത്ത് ഇവിടുന്ന് പുറപ്പെടുകയും ബുധനാഴ്ച തിരിച്ച് പള്ളിയിലെത്താവുന്ന ഒരു സമയമാണെങ്കിൽ ഇത് നീ എനിക്ക് ഒരുക്കിയിരിക്കുന്ന ശുശ്രൂഷയാണെന്ന് ഞാൻ വിചാരിക്കും. ഇത് ഞാൻ ദൈവത്തിന് അടയാളം കൊടുത്തു. ഇനി ഇതല്ല, വേറൊരു ഡേറ്റ് ആണെങ്കിൽ അതിന് പോവില്ല, അത് എനിക്ക് വേണ്ടിയുള്ളതല്ല. അങ്ങനെ പ്രിയമുള്ള ഒരു ധ്യാനം കഴിഞ്ഞു. പട്ടാഴ്ച ഞങ്ങളൊക്കെ വിളിച്ചുകൂട്ടി. പല രൂപതകളിൽ നിന്നുള്ള പല അച്ഛന്മാരും ഉണ്ട്, കൂട്ടത്തിൽ ഞാനും ഉണ്ട്. അപ്പൊ ഞാൻ നിശബ്ദനാണ്, കാരണം ദൈവത്തോടെ ഒരു അടയാളം കൊടുത്തിട്ടുണ്ട്. എന്താണ്? ചൊവ്വാഴ്ച കാലത്ത് ഇവിടുന്ന് പുറപ്പെടുക, വൈകുന്നേരം അവിടെ സ്റ്റേ ചെയ്യുക, ബുധനാഴ്ച ഇത് കഴിഞ്ഞ് തിരിച്ചു വരിക. അപ്പോൾ എനിക്ക് ഇടവകയിൽ തടസ്സമില്ല. അങ്ങനെ ഓരോ അച്ഛന്മാർ പറഞ്ഞു, നമുക്ക് ഞായറാഴ്ച വട്ടാഴ്ച വരാം. അപ്പൊ അച്ഛൻ തന്നെ പറഞ്ഞു, വേണ്ട, നിങ്ങൾ മിനിസ്ട്രി കഴിഞ്ഞ ഇടവകയിൽ തന്നെ ക്ഷീണിതരാണ്, പിന്നെ യാത്ര കഴിഞ്ഞ് ഉറങ്ങാൻ വേണ്ടി കൂടെ വരിക, ഒരു മിനിസ്ട്രി നടക്കില്ല. ചിലർ പറഞ്ഞു, എന്താണ്, തിങ്കളാഴ്ച എന്ന് പറഞ്ഞു, ചിലർ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞു. അച്ഛത് കേട്ടിട്ടുണ്ട്, നിർത്ത്, ഞാനൊരു ഡേറ്റ് പറയാം. അപ്പൊ ഞാൻ വെയിറ്റിങ്ങിലാണ്, ഞാൻ അടയാളം ചോദിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് തടസ്സമില്ലെങ്കിൽ ചൊവ്വാഴ്ച നിങ്ങൾ ഇടവകയിൽ നിന്ന് വരിക, ബുധനാഴ്ച നിങ്ങൾക്ക് ഈവനിങ്ങിലേക്ക് തിരിച്ചെത്താവുന്ന രീതിയിൽ. ഞാൻ ആദ്യം കൈയടിച്ചു, കാരണം വളരെ സന്തോഷമായി. കാരണം അത് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ശുശ്രൂഷയാണ്. അതില് തീരുമാനം വന്നപ്പോൾ കുറെ അച്ഛന്മാരൊക്കെ ലെഫ്റ്റായി. പിന്നെ അവസാനം 5-6 അച്ഛന്മാരായി. അവസാനം 1.5 വർഷക്കാലം ഞങ്ങൾ 3 അച്ഛന്മാർ മാത്രമായി, വെറും 3 അച്ഛന്മാര്. ആ 3 അച്ഛന്മാരായിട്ടാണ്, അത് കോതമംഗലത്ത് നിന്നുള്ള 2 അച്ഛന്മാരും പിന്നെ ഞാനായിരുന്നു. അപ്പോ പിന്നെ അത് എന്താണ്, 1.5 വർഷക്കാലം അങ്ങനെ പോയി എല്ലാ മാസവും. ഞാനീ പറഞ്ഞു വരുന്നത്, എനിക്കൊരു കൺഫ്യൂഷൻ വന്നു. ഇത് എൻ്റെ ആണോ, ഞാൻ പോണ്ടതാണോ? അടയാളം ചോദിച്ചു. നീ ഒരു സഹോദരി എന്നോട് പറഞ്ഞു, അച്ഛന് ആത്മീയപിതാവായിട്ട് എടുക്കാനായിട്ട് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വെയിറ്റ് ആൻഡ് സീ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അടയാളം ചോദിച്ചു, ദൈവമേ. അപ്പൊ ഞാൻ ഇത് പറയുന്ന സമയത്ത് മഴയ്ക്കൊരു സാധ്യതയില്ല, നല്ല വെയിലാണ് ആ ഒരു സമയം, ആ ഒരു കാലഘട്ടം. ഞാൻ അന്തരീക്ഷത്തിലേക്ക് നോക്കി, മഴയൊന്നുമില്ല, നല്ല വെയിലാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, എനിക്കാണെങ്കിൽ ആത്മീയപിതാവായിട്ട് എടുക്കുന്ന താല്പര്യവും അതുകൊണ്ട് നടക്കാൻ പാടില്ലാത്ത ഒരു അടയാളം കൊടുത്തു. നാളെ വൈകിട്ട് 5 മണിക്ക് അതിശക്തമായിട്ടുള്ള മഴ പെയ്യാണെങ്കിൽ എന്താണ്, ഈ സഹോദരിക്ക് ഞാൻ യെസ് കൊടുക്കും, അല്ലെങ്കിൽ നോ ആയിരിക്കും. നടക്കില്ല എന്ന് നല്ല ഉറപ്പുണ്ട്, കാരണം അന്തരീക്ഷം അങ്ങനെ തന്നെയാണ്. മുമ്പോ ഒരാഴ്ചയായിട്ട് ഒന്നും മഴയില്ല, ആ കാലഘട്ടം മഴയുടെ കാലഘട്ടമല്ല. അപ്പോ ഞാൻ അടയാളം കൊടുത്തു. അങ്ങനെ എന്തുണ്ടായെന്ന് അറിയോ? പിശാച് അവിടെയും കെണിയൊരുക്കി.
നമുക്ക് പിശാചിന്റെ ഭാഷ മനസ്സിലാകണം. പിശാചിനെ അറിയാത്തൊരു ഭാഷാവരം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ ഭാഷയും മനസ്സിലാവും. പിറ്റേ ദിവസം പുലർച്ചെ 3 മണി തൊട്ട് നല്ല ഇടിവെട്ടുമാണ്. ഞാൻ നോക്കിയപ്പോ 5 മണി വൈകിട്ടാണല്ലോ. ഞാൻ കുർബാനയ്ക്ക് പോകുമ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കണം, അന്തരീക്ഷം ആകെ മാറി. അപ്പൊ എനിക്ക് ദൈവം ഇനിയിപ്പോ 5 മണിയാകുമ്പോഴേക്കും മഴ നിന്നാ മതി എന്ന പ്രാർത്ഥനയായി. കാരണം എനിക്ക് താല്പര്യമില്ല. ഞാൻ നോക്കുമ്പോൾ അന്നത്തെ ദിവസം മഴയാണ്, 5 മണി നേരത്ത് മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് കൺഫ്യൂഷനായി, ദൈവമേ ഇതിപ്പോ ഇനിയിപ്പോ മഴ പെയ്തതാണോ, ഇതിപ്പോ യെസ് ആണോ, എനിക്ക് കൺഫ്യൂഷനായി. എന്നിട്ട് ഞാൻ വേറൊരു അടയാളം കൊടുത്തു. അങ്ങനെ ഒരു നിശ്ചിത കാലത്തേക്ക് എന്താണ് ഞാൻ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോ ഇപ്പൊ കട്ട് ഓഫ് ആയി. ഞാൻ അവിടെ അടയാളം ചോദിച്ചു, മഴ പെയ്യണമെന്ന്. മഴ തന്നെയായിരുന്നു. ദൈവത്തിന്റെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് നടക്കാൻ പാടില്ലാത്ത അടയാളമാണെങ്കിലും അത് അവിടെ സംഭവിച്ചിരിക്കുക തന്നെ ചെയ്യും. ഇവിടെ നോക്കി, ആദ്യം നമ്മൾ കണ്ടില്ലേ, ഔസേപിതാവിന് വടി കൊടുത്തപ്പോ അടയാളമാണ്, അവിടെ വടി തളിർത്തു. നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കൺഫ്യൂഷൻ വരണമെങ്കിൽ നിങ്ങൾ അടയാളം ചോദിച്ച് പ്രാർത്ഥിക്കുക. എത്ര പേർക്ക് ഇത് അറിയുന്ന അറിയില്ല. ഇനി നമ്മൾ അടയാളം ചോദിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യണമെന്നുണ്ട് എന്ന കൺഫ്യൂഷൻ ഉണ്ട്, പക്ഷെ അതിയായ ആഗ്രഹമുണ്ട്. നമ്മൾ ചോദിക്കുന്ന അടയാളം നമുക്ക് നടത്താൻ കർത്താവിനെ പരീക്ഷിക്കുന്ന പോലെ ആകരുത് കേട്ടോ. നടക്കാൻ പാടില്ലാത്ത അടയാളം ചോദിക്കണം. നമ്മൾ ഇത് നടത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ പിന്നെ നടക്കാൻ പറ്റുന്ന അടയാളം ചോദിക്കാം എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അത് ദൈവത്തെ പരീക്ഷിക്കുന്ന പോലെയാണ്. ദൈവത്തിന്റെ ഇഷ്ടം അറിയണമെങ്കിൽ നമുക്കറിയാം, പഴയ നിയമത്തിൽ ബാലാം എന്ന് പറഞ്ഞാൽ പ്രവചിക്കുന്ന ഒരു മനുഷ്യനാണ്, കൃപയുള്ള മനുഷ്യൻ. അപ്പൊ ബാലാക്ക് എന്ന വ്യക്തി ജീവിച്ചിരുന്നു, രാജാവാണ്. ഈ ദൈവം തെരഞ്ഞെടുത്ത ഇസ്രായേൽ ജനത ഇതെല്ലാം പിടിച്ചടക്കി വരുമ്പോൾ ബാലാക്കിന് പേടിയായി, കാരണം കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ബാലാക്ക് കേട്ടു, ബാലാം പ്രവചിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, അപ്പൊ അവനെ കൊണ്ടുവന്ന് ഈ ജനത്തിനെതിരെ പ്രവചിക്കാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ജനക്കൂട്ടത്തെ വിട്ടു ബാലാമിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജനക്കൂട്ടം പറഞ്ഞു, ബാലാക്ക് നിന്നെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ബാലാം പറഞ്ഞ കാര്യമുണ്ട്, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ, ദൈവത്തോട് ആലോചന നടത്തട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കാൻ പോയി. എന്നിട്ട് തിരിച്ചെന്നിട്ട് മറുപടി പറഞ്ഞു, ദൈവം അനുവദിച്ചിട്ടില്ല. ദൈവം ബാലാമിനോട് പറഞ്ഞു, ഇത് ഞാൻ തെരഞ്ഞെടുത്ത ജനതയാണ്, അതുകൊണ്ട് നീ പോകരുത്, ഈ ജനത്തെ ശപിക്കാൻ നീ പോകരുത്, ബാലാക്കിന്റെ അടുത്തേക്ക് പോകരുത്. ജനക്കൂട്ടം പിന്നെ പ്രഷർ ചെയ്യാൻ തുടങ്ങി, നീ ശരിക്കും പ്രാർത്ഥിക്കും. അങ്ങനെയാണല്ലോ ചില അച്ഛന്മാരോട് ജനങ്ങൾ പറയും, അച്ഛാ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോളൂട്ടാ. അങ്ങനെ ശരി പ്രാർത്ഥിക്കും, കാര്യമൊക്കെ പിന്നെ പറയാച്ചാ, ഒന്ന് പ്രാർത്ഥിച്ചോളൂ, മനസ്സ് വെച്ചൊന്ന് പ്രാർത്ഥിച്ചോളൂ. ഒരാഴ്ച കഴിയുമ്പോ അച്ഛൻ ശരിക്കും പ്രാർത്ഥിക്കുന്നില്ല എന്നാ തോന്നണേ, കാര്യം നടന്നിട്ടില്ലേ. അപ്പൊ ആ കുറ്റം മുഴുവൻ അച്ഛനതല്ല, അച്ഛൻ ശരിക്കും പ്രാർത്ഥിക്കാത്ത കാരണം കാര്യം നടക്കാം എന്ന് പറഞ്ഞ പോലെയാണ്. ജനക്കൂട്ടം പ്രഷർ ചെയ്യാണ്, നീ ശരിക്കും പ്രാർത്ഥിക്കുകയും, നീ ശരിക്കും പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ്. അങ്ങനെ 2ാം പ്രാവശ്യവും ബാലാം പ്രാർത്ഥിക്കാൻ പോയി. ദൈവം പറഞ്ഞു, പോകരുത്, ജനത്തെ അറിയിച്ചു പോകരുതെന്ന്. അതാണ് ദൈവത്തിന്റെ സന്ദേശം. ഞാനില്ല. ഹൈ പ്രഷർ വന്നു, നീ ശരിക്കും പ്രാർത്ഥിക്കും, ദൈവം അനുവദിക്കും, നീ ശരിക്കും പ്രാർത്ഥിക്കാത്തോണ്ടാ. പിന്നെ ബാലാമിന് ആഗ്രഹമായി പോകണം. അങ്ങനെ 3ാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കാനിരുന്നു. അവസാനം ദൈവം പറഞ്ഞു, എന്നാ നീ പോയിക്കോളാൻ പറഞ്ഞു. എന്ന് വെച്ചാല് ദൈവം അനുവാദം കൊടുത്തതല്ല അവിടെ. ഇനി നീ 2 പ്രാവശ്യം പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ 3 നീ ജീവിതം കൊണ്ട് അനുഭവം കൊണ്ട് പഠിക്കണം, എന്നാലും നീ പഠിക്കുള്ളൂ. ചിലർക്ക് അങ്ങനെയാണ്. ഈ ദൈവം നമ്മുടെ ആഗ്രഹത്തിന് എതിര് നിൽക്കുമ്പോഴും അത് അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ ദൈവം വഴി എന്താ പറയാ, യെസ് പച്ചക്കൊടി കാണിക്കുക. അത് പച്ചക്കൊടി കാണിക്കലല്ല, നീ അനുഭവം കൊണ്ട് പഠിക്കണം. എന്താ സംഭവിച്ചത്? 3ാമത്തെ പ്രാവശ്യം ഇപ്പൊ ദൈവം അനുവാദം തന്നെന്ന് പറഞ്ഞിട്ട് കഴുതയും കൂട്ടിയിട്ട് അവരുടെ കൂട്ടത്തിൽ ഇറങ്ങിയതാ. പിന്നെ അങ്ങോട്ട് കഴുത മറുതലിക്കുന്നു, കഴുതനെ അടിക്കുന്നു. അവസാനം ചരിത്രത്തിൽ ആദ്യമായിട്ട് കഴുത സംസാരിക്കുന്നു. പറഞ്ഞു, യജമാനൻ നിന്നെ അനുസരിക്കുന്ന ഒരു കഴുതിയല്ല ഞാൻ, നീ അവിടേക്ക് നോക്ക്, ഇതാ ഊരിയ പടവാളുമായിട്ട് ദൂതൻ നിൽക്കണം, നീ കാണുന്നില്ലേ? അപ്പോഴാണ് അവന്റെ കണ്ണ് തുറന്നത്. ഈ അടയാളം ചോദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു മേഖലകളും മറന്നു പോകരുത്. നമ്മുടെ ആഗ്രഹത്തിന് എതിരാണ് ദൈവത്തിന്റെ ഇഷ്ടമെങ്കിൽ ആ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ ഞാൻ തയ്യാറാകണം. അവിടെ ദൈവം പ്രവർത്തിക്കുള്ളൂ. നേരെ മറിച്ച് ബാലാം അങ്ങനെയല്ല ചെയ്തത്. ഞാൻ പറയുന്നത്, ഈ ആത്മീയ ജീവിതത്തിലെ ഈ അടയാളം ചോദിച്ച് പ്രാർത്ഥിച്ച് മുന്നേറുമ്പോഴൊന്നും എനിക്ക് പരാജയം സംഭവിച്ചിട്ടില്ല. എന്റെ ബുദ്ധിയല്ല അവിടെ അടയാളം ചോദിച്ച് പ്രാർത്ഥിക്കുന്നത്. ദൈവം അത് തീരുമാനിച്ചാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നടക്കാൻ പാടില്ലാത്ത എന്തു ചോദിച്ചാലും അത് അവിടെ നടന്നിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ എന്താണ് അവിടെ ദൂതൻ കൊടുക്കുന്ന അടയാളുണ്ട്. നിന്റെ ചർച്ചക്കാരി വൃദ്ധയായ എലിസബത്ത് ഇത് ഗർഭിണിയാണ്, അവൾക്ക് ഇത് 6ാം മാസമാണ്. ഇതിൽ അമ്മമാരുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ ഉപകാരമായി. 1ാം മാസമാണോ ഡേഞ്ചർ, പ്രഗ്നൻസിയുടെ 6ാം മാസമാണോ ഡേഞ്ചർ? അല്ലെ, ആ തുടക്കമാണ്. ഇന്നിപ്പോ ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞാല് എന്താണ്, പിന്നെ ബെഡ് റെസ്റ്റ് ആണ്. അങ്ങനെ 9 മാസം ബെഡ് റെസ്റ്റ് കഴിഞ്ഞിട്ട് അവസാനം സിസേറിയൻ കഴിയുന്നൊക്കെ ചരിത്രമാണ്. ഇനീഷ്യൽ സ്റ്റേജ് ഭയങ്കര. പക്ഷെ വചനം എന്താ പറയുന്നത്? ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലം പ്രദേശത്തുള്ള, നിരപ്പായ സ്ഥലമല്ല, സമതലല്ല, മലം പ്രദേശത്തുള്ള പട്ടണത്തിലേക്ക് ലാമ്പി അല്ല പോയത്, തിടുക്കത്തിൽ പോയി. അബോർഷൻ നടക്കാൻ സാധ്യതയുണ്ട്, മലം പ്രദേശമാണ്, പക്ഷെ തിടുക്കത്തിൽ പോകുന്നു. കാരണം അവൾക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, എന്താണ്, ഈ ദൈവദൂതൻ കൊടുത്ത അടയാളം ശരിയാണോ, അത് സംഭവിച്ചിട്ടുണ്ടോ?
ശരിക്കും എലീശാമ ഇങ്ങടാ വരേണ്ടത്. ഇവിടെയാണ് ഡേഞ്ചർ സോൺ. ഡേഞ്ചർ എന്ന് വെച്ചാൽ 1-ാം മാസമാണ് പ്രഗ്നൻസിയുടെ ഭയങ്കര ബുദ്ധിമുട്ട്. നേരെ മറിച്ച് ഇവൾ അങ്ങോട്ട് ഓടുകയാണ്. കാരണം ഈ അടയാളം അവിടെ സംഭവിച്ചിട്ടുണ്ടോ? കാരണം അവൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അവൾ ഡയലോഗ് നടത്തി, അവൾ ചിന്തിച്ചു. ഇനി അവസാനം അവള് അടയാളം ശരിയാണോ നോക്കാൻ പോയി. പ്രിയമുള്ളവരെ, അത് പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. സക്രിയയുടെ വീട്ടിലേക്ക് ഓടിയത്. എന്നിട്ട് പരിശുദ്ധം പറയാ, ഇതാ കർത്താവിന്റെ ദാസി നിന്റെ ഇതൊക്കെ ശരിയാ വെച്ചപ്പോ പിന്നെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുക. അതുകൊണ്ട് സഹോദരിമാരെ, ഈ ജപമാല മാസത്തിലെ പരിശുദ്ധ അമ്മ അമലോത്ഭവയാണെന്ന് പറയും. അതേ വിശുദ്ധി മാമോദിസയിലൂടെ എനിക്കും നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും അവൾ ജീവിച്ചത് ഈ ലോകത്തില. അവൾ സഞ്ചരിച്ച വഴിയിലൂടെ അച്ഛൻ സഞ്ചരിച്ചിട്ടുണ്ട്. അവളുടെ കാലഘട്ടത്തിൽ ഒരുപാട് പാപികളുടെ പരമ്പരകൾ തന്നെ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മളും ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, പാപ സാഹചര്യത്തിന് മധ്യത്തിലാണ്. എന്നിട്ടും അവൾ വിശുദ്ധിയിൽ ജീവിച്ചു. നമുക്കത് പറ്റുന്നില്ല. കാരണം എന്താ? അവൾ ഈ പറഞ്ഞ വഴികളിൽ നിന്നും തെന്നിമാറിയില്ല. ഒന്നെന്താണ്? ദൈവഭയം. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതും ദൈവത്തെ മാത്രം പേടിയില്ല, ബാക്കി എല്ലാത്തിനെയും പേടിയാ. രോഗത്തെ പേടി, കള്ളനെ പേടി, എല്ലാത്തിനെയും പേടിയാണ്. കാറ്റിനെ പേടി, ഇടിയെ പേടി, മരണത്തെ പേടി. പക്ഷെ ദൈവത്തെ മാത്രം പേടിയില്ല. വചനം എന്താ പറയുന്നത്? ആത്മാവിനെയും ശരീരത്തെയും നരകത്തിന് എറിയാൻ കഴിവുള്ളവനെ നീ ഭയപ്പെട്ടാൽ മതി. അത് ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. പിശാചിനെ പോലെ കുറെ പേർക്ക് പിശാചിനെ പേടിയാണ്. 1-2 പറഞ്ഞ അത് പിശാചിബാധയാണെന്ന് പറഞ്ഞിട്ട് വരിക. അച്ഛന്ന് പ്രാർത്ഥിക്കും. ആകെ പ്രശ്നമാണ് വീട്ടില്. ഒരു പാത്രം നിലത്ത് വീണാൽ പോലും പിശാചിബാധയാണ്. കയ്യിൽ നിന്ന് പോയതാവും. പിശാചിനെന്തിനു പേടിക്കുന്നത്? പിശാചി പോലും ദൈവത്തിന് മുമ്പിൽ വിധേയപ്പെട്ട് നിൽക്കുന്നത് കാണാൻ പറ്റുന്നില്ല. നീ ദൈവത്തിന്റെ പരിശുദ്ധനാണെന്ന് പറയുന്നില്ലേ? ഇന്ന് ചിലർക്ക് പിശാചിന്, പ്രത്യേകിച്ച് അത് കൂടി വരിക. എന്തിനും ഏതിനും ഒരു രോഗം ആകെ പിശാച. ആര് പറഞ്ഞു? അതുകൊണ്ട് ഞാൻ പറയാം, കുമ്പസാരിച്ചൊരുങ്ങിയിട്ട് കർത്താവിന്റെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്നത് ദൈവ പൈതലിനെ ഒരു പിശാചും തൊടില്ല. എഴുതി വെച്ചേക്കണം. ഇന്ന് പലരും അവിടെ പ്രശ്നമാണ്, ഇവിടെ പ്രശ്നമാണ്. ഇതില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ശുശ്രൂഷയുടെ മേഖലയിൽ ഉണ്ട്. പിശാചുണ്ട്. ബ്ലാക്ക് മാസ്, ഫ്രീമേഴ്സണിന്റെ ഗ്രൂപ്പ്, പിശാചൊക്കെ ഉണ്ട്. ഇന്നും യാഥാർത്ഥ്യം തന്നെയാണ്. പിശാച് ഇന്നും ശക്തമായിട്ട് പ്രവർത്തി. ദൈവം ഉണ്ടെങ്കിൽ പിശാചും ഉണ്ട്, പിശാചിന്റെ സാന്നിധ്യമുണ്ട്. പക്ഷേ എന്തിനും ഏതിനും പിശാചാന്ന് പറഞ്ഞു വരരുത്. ദൈവം ചില സഹനങ്ങൾ അനുവദിക്കുമ്പോൾ അതും പിശാചാന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നമുക്ക് എപ്പോഴും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ഈ ഒരു കാലഘട്ടത്തിൽ ദൈവത്തെ മാത്രം ഭയപ്പെട്ടാൽ മതി. നീ മരണത്തെ പേടിക്കേണ്ട ആവശ്യമില്ല. എന്ന് കുറച്ച് മരണപ്പേടിയാ, മരണത്തെ ഭയം. എന്തിനാ? അല്ലെങ്കിൽ നമ്മൾ മരിക്കും. ഇന്ന് ഈ കാലഘട്ടത്തിൽ മരണത്തെക്കുറിച്ച് വാചാലമാകുന്ന ഒരു അച്ഛനാ. എന്നാലും ഞാൻ പോകും. അപ്പൊ ഞാനിപ്പോ അടുത്ത ആഴ്ചയിൽ ടെസ്റ്റ് പോകും. ഞാൻ ഇടവിൽ പറഞ്ഞു, CA ടെസ്റ്റ് കൂടെ എനിക്ക് നടത്തുന്ന ഒരു ആഗ്രഹമുണ്ട്. കാരണം എന്റെ പാരമ്പര്യത്തിൽ എല്ലാവർക്കും ക്യാൻസർ. അച്ഛൻ ആവശ്യമില്ല, എന്തൊട്ട് CA ടെസ്റ്റ് നടത്തിയ എന്താ പ്രശ്നം? എന്നാലും മരിക്കുന്നേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ദൈവത്തെ മാത്രം പേടിച്ചാൽ മതി. അതുകൊണ്ട് പരിശുദ്ധമ്മയ്ക്ക് അതുണ്ടായിരുന്നു, ദൈവഭയം. ഒന്നാമത്തെ. രണ്ടാമത്തെ എന്താണ്? അവൾ അസ്വസ്ഥപ്പെട്ടു. ദൈവവചനത്തിന് മുമ്പിൽ അസ്വസ്ഥപ്പെടുന്നു. അപ്പൊ ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ നമുക്ക് അസ്വസ്ഥപ്പെടാൻ പറ്റട്ടെ. 2, അവൾ ചിന്തിക്കാൻ തുടങ്ങുന്നു. അപ്പോ ഫെയ്ത്ത് മാത്രമല്ല, റീസണിങ്. നമുക്ക് ഓർക്കാം, വിശ്വാസവും യുക്തിയും മാർപ്പാപ്പ എഴുതി വെച്ചിട്ടുണ്ട്. രണ്ടും ഉണ്ടായിരിക്കണം നമുക്ക്. അല്ലെങ്കിൽ കാലിടറും. ചിലർ അന്ധമായി വിശ്വസിച്ച് നാശത്തിലേക്ക് പോകും, ചിലർ അന്ധമായി ന്യായീകരിച്ച് നാശത്തിലേക്ക് പോകും. പക്ഷെ പരിശുദ്ധമ്മയ്ക്ക് ഇത് രണ്ടും ഉണ്ടായിരുന്നു. അത് ബാലൻസ് ചെയ്തുകൊണ്ട് അവൾ കൊണ്ടുപോയി. മൂന്നാമത്തെ ഏതാണ്? കമ്മ്യൂണിക്കേഷൻ, ഡയലോഗ്. നമുക്ക് തുറന്ന് പറയേണ്ടത്. ഇന്ന് ഫൗസ്റ്റനോട് ഈശോ പറയുന്നുണ്ട്, നിനക്കൊരു കുമ്പസാരക്കാരൻ ഉണ്ടായിരിക്കണം, അത് ഒരു പുരോഹിതനായിരിക്കണം. പുരോഹിതന് മാത്രമാണ് കുമ്പസാരത്തിന് സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി ആരോട് പറഞ്ഞാലും അവരത് വായുന്നത് പോകും. പക്ഷെ പുരോഹിതന് അധികാരമുണ്ട്, സൂക്ഷിക്കാൻ പറ്റുള്ള കൃപ കൂട്ടും. രണ്ടും ഞങ്ങാനും അത് പുരോഹിതൻ പറയുകയാണെങ്കിൽ അതോടുകൂടി സസ്പെൻഷൻ അല്ലെങ്കിൽ ഡിസ്മിസിലാണ്. പൗരത്വം പിന്നെ ഇല്ല. സഭ നടപടി എടുക്കും, തെളിവോടുകൂടി കൊടുക്കുകയാണെങ്കിൽ. തുറന്നു പറയാൻ പറ്റുന്ന ഏക വ്യക്തി ഭൂമിയിലെ പുരോഹിതനാണ്. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, 12 പേരിൽ ഒരാൾ തെറിച്ചു പോയി. 120 പേരിൽ 12 പേര് പോവാം. എത്രയോ വിശുദ്ധരായ വൈദികരുണ്ട്. ഈ മീഡിയ നൽകുന്ന ഈ കുറച്ച് വൈദികരെയൊക്കെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും മോശക്കാരാണെന്ന് വിചാരിക്കരുത് കേട്ടോ. വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് എന്തുകൊണ്ട് ദൈവവിളി കുറയുന്നു ചോദിച്ചാലേ അത് പറയാം. വൈദ്യരെ കുറിച്ച് നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മൾ നടത്തുന്ന ഒരു ചർച്ചയാണ്. നമ്മുടെ മക്കളത് കേൾക്കുകയാണ്. എന്നാലേ മുസ്ലിംസിന്റെ പുരോഹിതരൊക്കെ നോക്കി നോക്കിയേ, അവരുടെ കുറിച്ച് ഒന്നും സംസാരിക്കില്ല. നമ്മൾ തന്നെയാണ് നമുക്ക് കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവവിളി കുറയാൻ കാരണങ്ങളിൽ ഒന്ന്, നമ്മുടെ വൈദികരെ കുറിച്ച്, വികാരിച്ചമാരെ കുറിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ നടത്തുന്ന ചർച്ചകളാണ്. അത് മാറ്റണം. അത് മാറി വൈദികരെ കുറിച്ച് നല്ലത് പറയാൻ പറ്റട്ടെ. നമ്മുടെ മക്കളോട് നല്ലത് പറഞ്ഞു കൊടുക്കാൻ പറ്റട്ടെ. അപ്പൊ നമുക്ക് തുറന്നു പറയാനുള്ള ഒരു വ്യക്തി അതൊരു വൈദികനാണ്, ഒരു പുരോഹിതനാണ്.
ഇവിടെ മാലാഖയാണെങ്കിൽ ആ പുരോഹിതനാണെന്നുള്ളത് നമ്മുടെ പൂർവ്വീര് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിലൊരു പ്രശ്നം വരുമ്പോൾ അത് ഓടി അച്ഛനോട് പറഞ്ഞ് അവിടെ പരിഹാരം കണ്ടെത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്റെ ചെറുപ്പത്തിൽ അത് ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ വീട്ടിൽ അത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡയലോഗിൽ എത്തണം. ഇനി ഇതിന്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കുന്നു, നമ്മുടെ സർക്കിളുകൾ, ക്രിയേറ്റ് ചെയ്ത സർക്കിളുകൾ ഒരിക്കൽ പൊളിയും, ഒരിക്കൽ തകരും. അവസാനം നമ്മൾ പറഞ്ഞതൊക്കെ തിരിച്ച് നമ്മളെ ആക്രമിക്കുന്ന ഒരു സമയം വരും, മറന്നു പോകരുത്. ഇനി തുറന്നു പറയാനായിട്ട് നമുക്കൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബം ഉണ്ടാകണം. അത് ബന്ധുക്കളെ ഒന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ജീവിതത്തിൽ അങ്ങനെയുണ്ട്. എനിക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഞാനിപ്പോ ഈ ഇടവകയിലുണ്ട്. ചിലപ്പോൾ നമുക്കും മാനസികമായി തല വർക്ക് ചെയ്യും, ഭയങ്കര ബോറിങ്, ഭയങ്കര. ഞാൻ ഇവിടുന്ന് പോവും, വീട്ടിലേക്ക് വിളിക്കും, ഫ്രീ ആണോ, അതെ എന്നുണ്ട് കേട്ടോ, ഒന്ന് ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട്. ഞാൻ അവിടെ പോയി അവരുടെ കൂടെ ഭക്ഷണം കഴിക്കും, കുറെ കാര്യങ്ങൾ അവരോട് പറയും. അച്ഛാ പോട്ടെ അച്ഛാ, വിട്ടുകളായി, അതൊക്കെ ആ മനുഷ്യല്ലേ, നമുക്ക് ബലായി, ഫ്രഷ് ആയിട്ട് തിരിച്ചു വരും. നമുക്ക് തുറന്നു പറയാനുള്ള വ്യക്തികളുണ്ട്. ഇന്ന് പലപ്പോഴും ഈ തുറന്നു പറയാനുള്ള വ്യക്തികളില്ല, തുറന്നു പറച്ചിലും ഇല്ല. അങ്ങനെ അവസാനം അത് ബ്ലാസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു മേഖല. അടുത്തേതാ ഞാൻ പറഞ്ഞത്? അടയാളം ചോദിച്ച് പ്രാർത്ഥിക്കുക. ആത്മീയത്തിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കണ്ടെത്തലാണ് അടയാളം ചോദിച്ച് പ്രാർത്ഥിക്കുക. നമുക്കൊരു കൺഫ്യൂഷൻ വരുമ്പോൾ എന്തടയാളം വേണമെങ്കിലും ചോദിച്ചു. ദൈവത്തിന്റെ ഇഷ്ടമാണെങ്കിൽ അച്ഛൻ എഴുതി തരാം, അടയാളം അവിടെ സംഭവിച്ചിരിക്കും. എന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇനി ഞാനൊരു അടയാളം ചോദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയേ, ഇത് റെക്കോർഡിംഗ് ആണെന്ന് അറിയാം, എങ്കിലും അതൊക്കെ ഓർത്തോണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ധ്യാനിപ്പിക്കുന്ന, വേണ്ട കട്ട് ചെയ്യണ്ട, വേണ്ട ധ്യാനിപ്പിക്കുന്ന സമയങ്ങളില് ഞാൻ ഈ എൻ്റെ ഒരു അനുഭവം പറഞ്ഞിട്ട് ഈ അടയാളം ചോദിച്ച് പ്രാർത്ഥിക്കുന്ന പറയുമ്പോൾ ആ കമ്മ്യൂണിറ്റി, ആ ഒരു ഗ്രൂപ്പിൽ വന്നൊരു കുട്ടിയുണ്ട്, അവള് ഒരു വേറെ മതസ്ഥരോട്, നമുക്ക് വേറെ മതസ്ഥരോട് നിങ്ങൾ ചോദിച്ചാൽ മതി, ഒരു അഫയർ ഉണ്ടായിരുന്നു. അപ്പൊ വീട്ടിലതൊക്കെ അറിഞ്ഞ് ഭയങ്കര പ്രശ്നമായി. ഞാനിതൊന്നും അറിയുന്നില്ല. ഞാൻ എൻ്റെ ഈ അനുഭവം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ക്ലാസ്സിൽ. അങ്ങനെ അവസാനം അവളൊരു തീരുമാനം എടുത്തത് മറ്റൊന്നുമല്ല, മറിച്ച് ഈ അച്ഛൻ്റെ അടുത്ത് ആരും നിർബന്ധിക്കാതെ, ആരും വിടാതെ ഞാൻ അച്ഛൻ്റെ അടുത്ത് മുട്ടെത്തുമ്പോൾ ഈ അച്ഛനാവണം. ആ അച്ഛനെയാണ് എനിക്ക് കുമ്പസാരിക്കാൻ കിട്ടിയെങ്കിൽ ഞാൻ അവിടെ തീരുമാനം എടുക്കും ഈ ബന്ധം കട്ട് ഓഫ് ചെയ്യുന്നത്. ഞാനിത് അറിയുന്നുണ്ട്. അങ്ങനെ കുമ്പസാരി ദിവസമായി. ഞാൻ നോർമലി പള്ളിയിലാണ് ഇരിക്കാറ് എല്ലാ അച്ഛന്മാരും കൂടെ. പക്ഷെ അന്ന് അച്ഛന്മാർ കൂടുതലുള്ളത് ഞാനൊരു റൂമിലായിരുന്നു. അവർക്കറിയില്ല ഞാൻ എവിടെ ഇരിക്കുന്നത്, ഏതൊക്കെ റൂമിൽ ആരൊക്കെയുണ്ട്. അങ്ങനെ ഞാൻ കുമ്പസാരിപ്പിക്കുന്നു. എനിക്ക് കുർബാന സമയം ആയപ്പോൾ 5 മണി, ഒരു 4:30 ആയപ്പോൾ ഞാൻ അവിടെ നിന്ന് എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ 3 പേര് മുന്നിട്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, 3 പേരിൽ 2 പേര് പള്ളിയിലേക്ക് പോയിക്കോ, ഞാൻ ഈ ഒരു ഒരാളെ കൂടി ഞാൻ കുമ്പസാരിപ്പിക്കുള്ളൂ, അത് ഞാൻ കുർബാനയുടെ പോകുന്നു പറഞ്ഞു. അങ്ങനെ ഇവള് വന്നു. എനിക്കറിയില്ല ഇവളാണ്. കുമ്പസാരൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ഇവള് ഷെയർ ചെയ്യുന്ന ഒരു ഭാഗമാണ്, അച്ഛാ ഇങ്ങനെ ഒരു തീരുമാനം എനിക്കുണ്ടായിരുന്നു. ഏതായാലും എനിക്കറിയാം ഇതൊക്കെ തെറ്റാണ്, പക്ഷെ എങ്കിലും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ അപ്പൊ അടയാളം ചോദിച്ചു, അച്ഛൻ ഇങ്ങനെ പറ്റിയെങ്കിൽ ഞാൻ ഈ അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കുകയാണെങ്കിൽ എന്താണ് ഇത് ഉപേക്ഷിക്കാന്നുള്ളൊരു അടയാളം ചോദിച്ചു. അച്ഛ അത് നടന്നു. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ. ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ആഗ്രഹിക്കാൻ താല്പര്യപ്പെട്ടിട്ടുമില്ല, പക്ഷെ അത് നടന്നു. അതുകൊണ്ട് അച്ഛാ എന്നോട് അത് കട്ട് ഓഫ് ചെയ്തു. അത്ര സന്തോഷമായിട്ട് പോയത്, അടയാളം ചോദിച്ച് പ്രാർത്ഥിച്ചതാണ്. എന്നാൽ ചിലരുണ്ട്, വീണ്ടും ഒരു അനുഭവം പറയാം. അതായത് ഈ അനുഭവം കേട്ടിട്ട് ഒരു കുട്ടി പറഞ്ഞു, ഈ അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കണം. അവള് തീരുമാനിച്ചു. എന്നിട്ട് പ്രേക്ഷിതരോട് പറഞ്ഞു, ഈ അച്ഛൻ എവിടെ ഇരിക്കണേ ചോദിച്ചിട്ട് അച്ഛൻ്റെ അടുത്ത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചു വന്നു. അവിടെ യുദ്ധമായിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവസാനം ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ട് വീട്ടുണ്ടാവുന്നു. അവിടെ ഒന്നും സംഭവിക്കില്ല. അപ്പൊ അതുകൊണ്ട് അടയാളം ചോദിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്കൊരു പുതിയ അറിവാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ചെയ്യാം. ആത്മീയതൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും വ്യാകുലങ്ങളും ധ്യാനിക്കാറില്ലേ. 7 വ്യാകുലം, അത് മാത്രമല്ല ജീവിതം മുഴുവൻ വ്യാകുലായിരുന്നു. പക്ഷെ അവൾ ആശ്രയിച്ചത് ദൈവത്തില്. എന്റെ തമ്പുരാനെ അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, അച്ഛനെ അവസാനിപ്പിക്കുക വൈൻഡപ്പ് ചെയ്യുക. ഈ ഒക്ടോബർ മാസത്തിലെ സഭ പരിശുദ്ധ അമ്മേനെ അമലോത്ഭവയായി പ്രഖ്യാപിച്ച അമ്മ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളും മാമോദിസയിലൂടെ ആ ഒരു അവസ്ഥയിലേക്ക് വളർന്നവരാണ്. പരിശുദ്ധമ്മ ഈ ലോകത്തിൽ ജീവിച്ചു, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നു, മാറ്റൊന്നുമില്ല. ആ കാലഘട്ടത്തിൽ പാപത്തിന്റെ സാഹചര്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, നമുക്കും സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. എന്നിട്ടും അവൾ വിശുദ്ധിയിൽ ജീവിച്ചു, നമുക്കതിന് പറ്റുന്നില്ല. എന്തുകൊണ്ട് പറ്റാത്ത? അതിനുള്ള വഴികളാണ് അച്ഛൻ പറഞ്ഞു തന്നത്. അതിനാല് നമുക്ക് ഈ വഴികളിലൂടെ യാത്ര ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് കാലിടറില്ല, വഴിതെറ്റില്ല. ഇനി ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുമ്പോഴും എനിക്ക് വേണ്ടി കൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, കാരണം എൻ്റെ ഇടവകയുടെ മിച്ചമുള്ള സമയങ്ങളാണ് വചന പ്രഘോഷണത്തിനുള്ളൂ. പക്ഷെ ഞാനും മനുഷ്യനാണ്. അപ്പോൾ എന്താണ് ബലഹീനതകൾ എന്തൊക്കെയാണെന്നുള്ള എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഓർക്കുക. ഈ ഒക്ടോബർ മാസം മാത്രമല്ല, നമുക്ക് ഇനി ജപമാല ചൊല്ലുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അതുകൂടിയും പറഞ്ഞു വെക്കുകയാണ്. ഈ നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾക്ക് വന്നൊരു പ്രത്യേകത, ആക്രാന്തമുള്ള കുട്ടികൾ ഭക്ഷണം കഴിക്കണ പോലെ. മനസ്സിലായെന്നറിയില്ല. ആക്രാന്തമുള്ള കുട്ടികൾ വലിച്ചു വാരി അങ്ങോട്ട് കഴിക്കും.
ഞാൻ പറയാം അത് ശരീരത്തിന് പിടിക്കില്ല. ഒന്നുകിൽ ശരീരത്തിലെ നീരായിട്ട് വരും, അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്യും. ആ ഭക്ഷണം ഒരിക്കലും ശരീരം, എന്നാൽ ചില കുട്ടികളുണ്ട് കുറച്ച് ഭക്ഷണം എടുക്കുള്ളൂ, വളരെ ആസ്വദിച്ച് സമയം എടുത്ത് കഴിക്കും. ഞാൻ പറയുന്നു അത് ശരീരത്തിന് മുഴുവൻ പിടിക്കും. ഇന്ന് ഇപ്പൊ ചിലരുടെ ഒക്കെ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥനയൊക്കെ ഞാൻ കാണുമ്പോൾ എനിക്ക് എന്തിനാ പ്രാർത്ഥിക്കുന്നത് തോന്നും. പറഞ്ഞ നമ്മുടെ സുസ്ഥിരത്താവനോട് അങ്ങനെ ഒരു ഫലമായി ശ്രമിക്കണം കഴിഞ്ഞു. ഇതിപ്പോ പരിശുദ്ധം അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നു മാതാവിന്റെ മനസ്സിന് ഇണങ്ങിയ രീതിയിൽ പ്രാർത്ഥിച്ചാൽ മതി. അത് പറയാം, അത് പറഞ്ഞ എന്റെ അമ്മേന്റെ ആശ്രയം എന്ന് ഉള്ളിൽ തട്ടിയൊന്ന് പറഞ്ഞു നോക്കിയൊക്കെ, അവിടെ പരിശുദ്ധമായി ഇടപെടുന്നേ. ഇനി ചിലപ്പോൾ ഒരു കൊന്ത ചെല്ലാൻ അവസരം കിട്ടിയില്ല, ഒരു നന്മ പറഞ്ഞറിയുമ്പോൾ ആത്മാർത്ഥം ഉള്ളിൽ തട്ടിയിട്ടൊന്ന് വിളിച്ചു നോക്കി, അവിടെ അമ്മ ഇടപെടും. അമ്മ അതുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ആയുധമാണ് അത്, കഴുത്തിലെ ആഭരണമാണ്, കയ്യിലെ ആയുധമാണ് ജപമാല. ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ജപമാല ചൊല്ലാൻ പറ്റിയെങ്കിൽ അത് മതി. പക്ഷെ അത് ആത്മാർത്ഥമായിട്ട് മാതാവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒന്ന് ചൊല്ലി നോക്കിക്കേ. ഇപ്പോൾ ചില വീടുകളിൽ ജപമാല, നിങ്ങളുടെ വീട്ടിലൊക്കെ നന്നായി ചെല്ലുണ്ടെന്ന് അറിയാം. ചില വീടുകളിൽ ജപമാല എങ്ങനെയാണ്, അതിൽ തന്നെ സംഭാഷണം ഉണ്ടാവും. ഇപ്പൊ ഏകദേശം അഭിനയിക്കാൻ അറിയില്ലെങ്കിലും നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം മനസ്സിലാവുന്ന തോന്നുന്നു. അവിടെ എങ്ങനെയാണ്, മനമാർജനമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങനെയാകുന്നു, അങ്ങയുടെ ഈശോനാകുന്നു. കുട്ടികളോട് പറഞ്ഞ കൈ കൂപ്പി പിടിക്കറ, രൂപത്തിലേക്ക് എന്തിട്ടാ അവിടെ കാട്ടി കൂട്ടണ. പക്ഷെ പ്രാർത്ഥനയുണ്ട്. അപ്പൊ അമ്മ എന്താ ചെയ്യണത്? അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, മാതാവിന്റെ മനസ്സിന് ഇണങ്ങിയ രീതിയിൽ ഇനി ഒരു കാര്യം കൂടി പറയാം. ആത്മാർത്ഥമായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരാത്മാവിനെ പോലും തൊടാൻ പിശാചിന് സാധിക്കില്ല. ഇത് വിശുദ്ധ ഡൊമിനിക്കിന് മുമ്പില് പിശാച് ബാധ്യതയിലൂടെ പിശാച് വെളിപ്പെടുത്തിയ സത്യമാണ്. ആത്മാർത്ഥമായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരാത്മാവിനെ പോലും തൊടാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഇത് നമ്മുടെ പൂർവികർ കാണിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ അവർക്ക് ജപമാല മാത്രമാണ് ഒരാശ്രയം. അത് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് 7 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ പള്ളിയിലെ കുരിശുപല്ല് അടിക്കുമ്പോൾ നമസ്കാരം കഴിഞ്ഞ് അവിടെ പ്രാർത്ഥന തുടങ്ങും. ഒരുമിച്ചിരുന്നൊരു പ്രാർത്ഥന. അന്നും കുടുംബത്തിലെ പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ ഡൈവോഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് തീരുമായിരുന്നു. അവസാനം സ്തുതിയൊക്കെ കൊടുത്ത്, ഒരു ചുംബനമൊക്കെ കൊടുത്ത് അതവിടെ തീരുമായിരുന്നു. എന്നാൽ ഇന്നോ വോയിസ് നെറ്റ്വർക്ക് സ്ട്രക്കായ. പരിശുദ്ധ അമ്മ, അതാണ് യോഹന്നാന്റെ സുവിശേഷം 10 സ്വീകരിക്കാൻ പറ്റട്ടെ. എങ്ങനെയെങ്കിലും വലിച്ചുവാരി എന്തെങ്കിലുമൊക്കെ ചൊല്ലി കൂട്ടുന്നതിനപ്പുറത്ത് ആത്മാർത്ഥമായിട്ട് ഒരു ജപമാലെങ്കിലും, ആത്മാർത്ഥമായിട്ട് ഒരു നന്മ നിറഞ്ഞ പറയുകയും ചൊല്ലിയ അവിടെ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ഉണ്ട്. ഇത് പരിശുദ്ധ കാലത്തിന്റെ അടയാളങ്ങൾ. ഒരു സെക്റ്റാണ്, നമ്മൾ അറിയണം. പരിശുദ്ധമ്മയെ കുറിച്ച് തന്നെ പറഞ്ഞത് ലാറ്റിനിലൊക്കെയാണ്, ഇറ്റാലിയനിലൊക്കെയാണ് അവിടെ നന്മ പറഞ്ഞു പറയുന്നത്. നോ, ഒരു സഭയെ വിമർശിക്കുക, മാർപ്പാപ്പയെ വിമർശിക്കുക. ഇന്ന് ഏറ്റവും ശക്തമായിട്ട് അംഗങ്ങൾ കൂടി വരുന്ന അത് വൈദികർ, സിസ്റ്റേഴ്സ് ഒക്കെ കയറി വരുന്ന ഒരു ഗ്രൂപ്പാണ്. അറിയില്ല കാലത്തിന്റെ അടയാളങ്ങൾ. ഇന്ന് പിശാചൊരുക്കുന്ന കെണി നമ്മൾ തിരിച്ചറിയണത്. നമുക്ക് ഇനി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അത്ഭുതങ്ങളുടെ അടയാളങ്ങളെയും പിറകെ പോണത്. അത്ഭുതങ്ങളും അടയാളങ്ങളും ഇതിന് പിറകെ പോകാതിരിക്കുക. നമുക്ക് തമ്പനാന്റെ പക്ഷം ചേർന്ന് നടക്കുക. നമ്മുടെ ഇടവപ്പള്ളിയില് കുമ്പസാരിച്ചൊരുങ്ങുക, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, കുടുംബ പ്രാർത്ഥന കിട്ടുക. ഏത് സ്ഥലത്ത് പോയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുക. തെരഞ്ഞു നടക്കുക. ഇന്ന അച്ഛൻ ഇന്നതിന് സ്പെഷ്യലിസ്റ്റ് ആണ്, ഇന്ന അച്ഛൻ എടുത്ത് പോയി ക്യാൻസർ മാറും, മാറ്റി വെച്ചാൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയേക്കുക. ആര് പറയുന്നത് സത്യം? അച്ഛനീ പറഞ്ഞത് സഭയുടെ പഠനങ്ങളാണ്. ഇന്നിപ്പോ പലരും പലതും പറഞ്ഞു നടക്കുകയാണ്. ഇന്ന് രോഗം മാറാൻ ഒരു പ്രാർത്ഥന, കടം മാറാൻ വേറെ പ്രാർത്ഥന. അങ്ങനെയൊന്നും സ്വർഗം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ കാലഘട്ടത്തില് പിശാചൊരുക്കുന്ന കെണികളെ തിരിച്ചറിയാൻ ആ ഗിഫ്റ്റ് ഓഫ് ഡിസൈൻമെന്റ്, വിവേചനത്തിന്റെ വരം, ആ മുമ്പിൽ നിൽക്കുന്നത് മാലാഖയാണോ പിശാചാണോ? അമ്മ നൽകിയ ബോധ്യം ഒന്ന്, ഒപ്പം തന്നെ ദൂതൻ പറയുന്ന ബോധ്യം 2. അവിടെ സംഘർഷം വരിക. ഇത് ഏതാണ് ദൈവപക്ഷമാണ്, ഏതാണ് തിരിച്ചറിയാൻ പറ്റട്ടെ. ഗിഫ്റ്റ് ഓഫ് ഡിസൈൻമെന്റ്. നമ്മൾ ഈ സ്വർഗീയ പുണ്യങ്ങൾ, അതുകൊണ്ട് ഈ കാലഘട്ടത്തില് നിത്യതയിലേക്ക് എന്നെ അടുപ്പിക്കുന്ന പുണ്യങ്ങൾ ചോദിക്കും. ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ പുണ്യങ്ങളാണ് വേണ്ടത്. നിത്യതയിലേക്ക് അടുപ്പിക്കുന്ന പുണ്യങ്ങളാണ് ചോദിക്കേണ്ടത്. അല്ലാണ്ട് നാളെ നഷ്ടപ്പെടുന്ന നക്കാപ്പിച്ച സമ്മാനങ്ങളല്ല ചോദിക്കേണ്ടത്. നിത്യതയിലേക്ക് എന്നെ അടുപ്പിക്കുന്ന ആ പുണ്യങ്ങൾ ചോദിച്ച് പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് ഈശോയിലേക്ക് എത്തിച്ചേരാം. പരിശുദ്ധ അമ്മ നമ്മെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിലുണ്ട്. വ്യക്തിപരമായിട്ട് ആരെയും ഒരാളൊഴിച്ച് ബാക്കി ആരെയും അറിയില്ല. എന്നെയും കൂടി പ്രാർത്ഥനയിൽ ഓർക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സമയം കുറച്ച് കൂടിയെന്ന് അറിയാം. ഏതായാലും ഒക്ടോബർ മാസം അല്ലേ, ഈ ഒരു മാസത്തേക്ക് വേണ്ട എല്ലാ ചിന്തകളും അച്ഛനൊന്ന് പകർന്നു. ഇനി ഒരുപാട് പറയാനുണ്ട്. കാരണം അതരം തുറന്നാൽ അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇത്രയും മതി. ഒരു സായാഹ്നത്തില് എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും അച്ഛന് പ്രത്യേകമായിട്ട് നന്ദി പറയാണ്. നമുക്ക് ഒരു നിമിഷം കൈകൾ കൂപ്പി കണ്ണുകൾ അടയ്ക്കാം. കർത്താവാദയമേ,
എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സഹോദരിമാരെയും സഹോദരങ്ങളെയും ഒക്കെ സമർപ്പിക്കുന്നു, അവരുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഒക്ടോബർ മാസം മാതാവിന് പ്രത്യേകമായി പ്രതിഷ്ഠിച്ചുകൊണ്ട് ദൈവമക്കൾ മാതാവിനോട് ചേർന്ന് തിന്മയ്ക്കെതിരെ പോരാടുന്ന ഈ കാലഘട്ടമാണ്. ഞങ്ങളുടെ കുടുംബത്തിന് മേലുള്ള, ഞങ്ങളിൽ മേലുള്ള, ഞങ്ങളുടെ ദേശത്തിന് മേലുള്ള എല്ലാ കെട്ടുകളും അഴിക്കുവാൻ പരിശുദ്ധ അമ്മയെ കടന്നു വരണമേ. നിന്നെ ഞങ്ങളുടെ ഭവനത്തിന് ആദ്യമായിട്ട് ഈ സമയം ഞങ്ങൾ സ്വീകരിക്കുകയാണ്. പരിശുദ്ധ അമ്മയെ അമ്മയോടൊപ്പമായിരുന്നു കൊണ്ട്, അമ്മയുടെ സ്കൂളിലായിരുന്നുകൊണ്ട്, അമ്മയുടെ മടിത്തട്ടിലായിരുന്നുകൊണ്ട് ഈശോയുടെ ജീവിതരഹസ്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ വേണ്ട അഭിഷേകം നൽകണമേ. പിശാചുരുടെ കെണികളെ തിരിച്ചറിയാനുള്ള ആ കൃപകൾ പരിശുദ്ധ അമ്മയെ സ്വർഗത്തിൽ നിന്ന് വാങ്ങി തരണമേ. നിത്യതയിലേക്ക് നോക്കി യാത്ര ചെയ്യുവാൻ പുണ്യങ്ങൾ ഏതൊക്കെയാണ് എനിക്ക് വേണ്ടത്, അമ്മ അത് ഈശോയിലും ഈ കാലഘട്ടത്തിൽ വാങ്ങി തരണമേ. ഒപ്പം തന്നെ വിശ്വാസവും യുക്തിയും അത് ബാലൻസ് ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു അഭിഷേകം നമുക്ക് പൂർണ്ണമായിട്ടും അമ്മയുടെ മുമ്പിൽ ഹൃദയത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം.